എല്ലാവർക്കും യെസ്. നമസ്കാരം. EFPHന്റെ 2015 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് ആയുഷ് കോൺക്ലേവിനെ കുറിച്ചുള്ള ഒരു അവലോകനമാണ്. അടുത്ത കാലത്ത് ഒരു മാസത്തിനകത്ത് ദുബായിൽ വെച്ചൊരു ഇന്റർനാഷണൽ ആയുഷ് കോൺക്ലേവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആയുഷ് സെക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഹോമിയോപ്പതി അതിനകത്ത് പങ്കെടുത്തു. അതിന്റെ പ്രാധാന്യം തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാകും. ഇതിൽ കിട്ടുക എന്നുള്ളത് നമ്മുടെ എല്ലാ പൊതുജനത്തിന്റെ ഒരു ആവശ്യമാണ്. അപ്പൊ എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് അറിയാനുള്ള ബാധ്യത തീർച്ചയായിട്ടും നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാരാണ് എങ്കിൽ നമ്മുടെ മനസ്സിലോ ഹൃദയത്തിലോ ആത്മാവിലോ എവിടെയെങ്കിലും ഹോമിയോപ്പതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടത് ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും IFPH യാതൊരു മുടക്കവും കൂടാതെ അതിനെക്കുറിച്ച് ഒരു പ്രോഗ്രാം ഇന്ന് വെച്ചിട്ടുള്ളത്. ഇന്നത്തെ വിഷയം ദുബായ് ആയുഷ് കോൺക്ലേവ് ഒരു അവലോകനം എന്നുള്ളതാണ്. നമ്മുടെ അതിഥി ഡോക്ടർ സന്തോഷ് കുമാർ. അദ്ദേഹം തിരുവനന്തപുരത്തും അബുദാബിയിലുമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. 10 ദിവസം ഇവിടെ 10 ദിവസം ഇവിടെ അങ്ങനെ വളരെ കുറഞ്ഞ ദൂരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രഗത്ഭ ഡോക്ടറാണ്. മാത്രമല്ല റീസെന്റ് ആയിട്ട് ഹോമിയോപ്പതി PhD എടുക്കുകയൂടെ ചെയ്തിട്ടുണ്ട്. അതിന് ഡോക്ടർ സന്തോഷിനെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സന്തോഷ്. യെസ്. ഗുഡ് ഈവനിങ് ഡോക്ടർ മനോജ്. താങ്ക് യു ഡോക്ടറുടെ ഒരു വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. എനിവേ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ടോപ്പിക്ക് ഒരു ആയുഷ് കോൺക്ലേവ്, ഇന്റർനാഷണൽ ആയുഷ് കോൺക്ലേവ് നമ്മൾ ദുബായിൽ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു അവലോകനമാണ് ഇന്ന് ഡോക്ടർ മനോജ് എന്നോട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ആ കോൺക്ലേവിൽ പങ്കെടുത്തവരായിരിക്കും. ആരെങ്കിലുമൊക്കെ കണ്ടേക്കാം. അതിൽ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, ഏറ്റവും വലിയ ഒരു ആയുഷ് കോൺക്ലേവ് ഔട്ട്സൈഡ് ദ കൺട്രിയിലുള്ളതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇത് 3rd ഇന്റർനാഷണൽ കോൺക്ലേവ് ആയിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് 2 ടൈം ദുബായിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതില് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒരു 10,3500 പേര് ഫസ്റ്റ് ഡേ തന്നെ ഇനാഗുറൽ സെഷനിൽ ഉണ്ടായിരുന്നു. അതിപ്പോ ശരിക്കും നമ്മള് ഇവിടെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടാക്കിയാൽ അത്രയും പേരുണ്ടാവുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അപ്പം ഇതിലൊരു എനിക്ക് PPT ഒന്ന് ഇടാലോ മനോജ്? സന്തോഷ് കോഹോസ്റ്റ് ആക്കിയിട്ടില്ല. സരേഷ് ഡോക്ടറെ ഒന്ന് കോഹോസ്റ്റ് ആക്കാമോ? നമ്മുടെ ആയുഷ് മിനിസ്റ്ററാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് ഓൾമോസ്റ്റ് 32 കൺട്രിയിൽ നിന്ന് ഡോക്ടർമാര് ഉണ്ടായിരുന്നു. ആയിട്ടില്ല കേട്ടോ, ഞാൻ വിളിക്കാം. സന്തോഷം വിളിക്കാം. കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, നമ്മള് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പ്രഗത്ഭരായ ഹോമിയോപ്പതിക് ഡോക്ടർമാരും മറ്റ് ആയുഷ് സിസ്റ്റത്തിലെ ഡോക്ടേഴ്സിനും ഒരുമിച്ചിരുന്ന് അവരുടെ പ്രാക്ടീസിനെ പറ്റിയാണെങ്കിലും റിസർച്ചിനെ പറ്റിയാണെങ്കിലും സംസാരിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തത് ആയുഷ് മിനിസ്ട്രി ഓഫ് ഇന്ത്യയും പിന്നെ ഒരു സയൻസ് ഇന്ത്യ ഫോറം എന്നൊരു സംഘടനയാണ് ഇത് മുന്നോട്ട് കൊണ്ടുവന്നത്. അതിനകത്ത് ഗ്ലോബൽ ആയുഷ് ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതില് സയൻസ് ഇന്ത്യ ഫോറമാണ് പ്രധാനമായും ഈ കഴിഞ്ഞ 3 പ്രാവശ്യവും ഈ ആയുഷ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. അതിൽ പ്രധാനമായിട്ടും അവര് ആദ്യത്തെ കോൺക്ലേവിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേപ്പേഴ്സ് ഉണ്ടായിരുന്നത് നമ്മുടെ ഹോമിയോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിനിൽ നിന്നായിരുന്നു. അതില് എനിക്ക് തോന്നുന്നു അന്നൊരു 350 അബ്സ്ട്രാക്റ്റും പേപ്പേഴ്സും നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആയുർവേദത്തിൽ കുറവായിരുന്നു. പക്ഷെ ഇന്ന് മൂന്നാമത്തെ 2 വർഷം കൂടുമ്പോഴാണ് ഈ കോൺക്ലേവ് ഉള്ളത്. ഒരു 6 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ 570 പേപ്പേഴ്സ് അബ്സ്ട്രാക്റ്റ് ആയുർവേദത്തിൽ നിന്നുണ്ടായിരുന്നു. പക്ഷെ ഹോമിയോപ്പതിയിൽ നിന്ന് 240 45 അബ്സ്ട്രാക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങള് പലരോടും പറഞ്ഞു, അബ്സ്ട്രാക്റ്റെങ്കിലും അയക്കുക, നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ വന്നില്ല കുഴപ്പമില്ല. കാരണം ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് അബ്സ്ട്രാക്റ്റ് അവർക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വേദി കിട്ടും. മനസ്സിലായോ? പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത്രയും കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ആയുർവേദത്തിനകത്ത്
കാണുന്ന അറ്റൻഡീസ് എന്ന് വെച്ചാൽ ഒരു പ്രസന്റേഷൻ നടക്കുമ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ ആയുർവേദത്തിന്റെ ഹാളിനകത്ത് കാണാറുള്ളൂ. പക്ഷെ ഹോമിയോപ്പതി ഹാളിനകത്ത് കുറച്ചെങ്കിലും ആൾക്കാരുണ്ട്. പക്ഷെ അതും കുറവാണ്, അത്രയും ആ, പോരാ. സന്തോഷം വരുന്നവരൊക്കെ സന്തോഷത്തെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഷെയർ ചെയ്യാം. കാണാലോ മനോജെ? കാണാം. ഓക്കെ. ഇതാണ് നമ്മുടെ 3rd ഇന്റർനാഷണൽ ആയുഷ് കോൺഫറൻസ്. അതിന്റെ ഫസ്റ്റ് തുടക്കം ഇതാണ്. ഒരു വൈബ്രന്റ് ആയിട്ടുള്ളൊരു തുടക്കം തന്നെയായിരുന്നു. അത് വന്ന പലരും അത് അഭിപ്രായപ്പെട്ടു. കാരണം നമ്മൾ പലയിടത്തും പല പല മീറ്റിംഗ്സിന്, ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തുള്ള സെമിനാർസിന് പോയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സ്റ്റാർട്ടിങ് തന്നെ വിത്ത് നമ്മുടെ ദുബായ് പോലീസിന്റെ ബാൻഡ് മേളത്തോടു കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇന്ത്യൻ ദേശീയ ഗാനം, യുടെ ദേശീയ ഗാനം, ഇതെല്ലാം വെച്ചിട്ട് തുടങ്ങുമ്പോൾ അത് ശരിക്കും നമുക്കൊരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു. അതിലുപരി അതിനകത്തുണ്ടായിരുന്ന അറ്റൻഡീസ് ആണ്. ഒരു 3500 പേര്, 4000 പേര് ഒരു ഹാളിനകത്ത് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഗുണകരമാണ്. അതിലുപരി നമ്മുടെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയിലെ ആൾക്കാരും ഇതിനകത്ത് സന്നിഹിതരായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി, ഹോൾ ആയുഷിനെ പറ്റി ഒരു മതിപ്പ് ആണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഈ 2 ആയുഷ് കോൺക്ലേവ് കഴിഞ്ഞ് മൂന്നാമത് വരുന്നതിന് മുൻപായിട്ട് തന്നെ ദുബായില് ട്രഡീഷണൽ കോംപ്ലിമെന്ററി ആൻഡ് ഇന്റഗ്രേറ്റീവ് മെഡിസിൻ എന്നും പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അത് ഇന്റഗ്രേഷൻ ഓഫ് എല്ലാ ആയുഷ് സിസ്റ്റം എലോങ് വിത്ത് അലോപ്പതിക് മെഡിക്കേഷൻസ്. അത് തന്നെ ഏറ്റവും വലിയൊരു ഒരു മൂവ്മെന്റും ഏറ്റവും വലിയൊരു സംഭാവനയുമായിട്ട് നമ്മൾ തോന്നുന്നു ഈ ഒരു രാജ്യം നമുക്ക് തരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ഈ ഒരു ഗ്ലോബൽ ഗാദറിംഗ് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടിയത് എന്താ, അല്ലെങ്കിൽ അതിന്റെ ഫോക്കസ് എന്തായിരുന്നു വെച്ചാൽ, എല്ലാ ഹോമിയോപ്പതി മാത്രമല്ല, ഹോമിയോപ്പതി, ആയുർവേദം, യുനാനി, യോഗ, അതിൽ യുനാനി യോഗ അതിൽ നിന്നൊക്കെ വളരെ കുറച്ച് പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതൊരു 3 ഡേ ഈവന്റ് ആയിരുന്നു. 15 മുതൽ 17 തീയതി വരെയുള്ളൊരു 3 ഡേ ഈവന്റ് ആയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ ഏൻഷ്യന്റ് ട്രഡീഷണൽ മെഡിസിൻസ് ഇവിടെയുള്ളതും, പിന്നെ ഹോമിയോപ്പതി, ആയുർവേദം, യുനാനി, യോഗ, മറ്റ് സിസ്റ്റത്തിന്റെയും ഗുണങ്ങളും അതിന്റെ എവിഡൻസ് ബേസ്ഡ് ആപ്ലിക്കേഷൻസും പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം. പിന്നെ ഇതിന്റെ വിഷൻ എന്ന് പറയുന്നത്, ഇത് തുടങ്ങിയത് 6 years ബിഫോർ ആണ്. ഫസ്റ്റ് ആയുഷ് കോൺക്ലേവോട് തുടങ്ങി. അന്ന് ആയുഷ് മിനിസ്റ്ററാണ് വന്നത്. സെക്കൻഡിൽ ആയപ്പോൾ നമ്മുടെ കേരളത്തിലെ മിനിസ്റ്റർ തന്നെ നമ്മുടെ മുരളീധരനായിരുന്നു സെക്കൻഡില് ആയുഷ് ഉദ്ഘാടനം ചെയ്തത്. തേർഡ് ആയപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആയുഷ് മിനിസ്റ്റർ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ആയുഷിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ അന്ന് അവിടെ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഹെൽത്ത് അതോറിറ്റിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചു അവര് ട്രഡീഷണൽ കോംപ്ലിമെന്ററി ഇന്റഗ്രേറ്റീവ് മെഡിസിൻ എന്നുള്ള ശാഖ തുടങ്ങിയിട്ട് അതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഇനാഗുറേഷൻ അവിടെ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഇത് നമുക്ക് കുറെ ആൾക്കാർ വന്ന് അവരുടെ നോളജ് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെയുള്ള ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസ്. ഇതിൽ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇനാഗുറൽ സെഷൻ ആയിരുന്നു. ഫസ്റ്റ് ഡേയിൽ തന്നെ കുറച്ച് പ്ലീനറി സെഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉള്ളി ആഫ്റ്റർ ദ ഇനാഗുറൽ സെഷൻ. അതിൽ കുറെ ഹെൽത്ത് അതോറിറ്റിയിൽ നിന്നുള്ള കുറെ ആൾക്കാരും പ്രധാനപ്പെട്ട ആൾക്കാരും നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു. അവര് ഒരു പാനൽ ഡിസ്കഷൻ, ഹൗ ടു മേക്ക് എ പോളിസി ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് ദി സിസ്റ്റം ഓഫ് മെഡിസിൻ ഓൾ ഓവർ, എസ്പെഷ്യലി UAE എങ്ങനെ ചെയ്യാൻ പറ്റും. മറ്റ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ചിലയിടത്ത് ഒരു ഇന്റഗ്രേഷൻ വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. കാരണം വന്നവരാണ് പറഞ്ഞത്, എനിക്കറിയില്ല ഇതുവരെയും. പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഒരു രീതിയിലുള്ള ഒരു ഇന്റഗ്രേഷനും അല്ലെങ്കിൽ ഒരു താല്പര്യവും കാണിക്കാത്തത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ദുബായിലും അല്ലെങ്കിൽ അബുദാബിയിലൊക്കെ UAE ആയുഷ് സിസ്റ്റത്തില് ജോലി ചെയ്യുന്നവര് എല്ലാ പേരും, ഒരു 90% പേരും ഒരു മെഡിക്കൽ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. വേർ ഓൾ അതർ സിസ്റ്റം ഓഫ് മെഡിസിൻസും പ്രാക്ടീസ് ചെയ്യുന്നിടത്താണ് നമ്മൾ എല്ലാ പേരും. ഇതൊരു വലിയ ഹോസ്പിറ്റലിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് പോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഹോമിയോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് സർജിക്കൽ പ്രൊസീജിയേഴ്സ് പലതും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മെഡിസിൻസ് കൊടുക്കും. അത് അവരുടെ
ഇൻകത്തിനെ ബാധിക്കുന്നതാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. മിക്കവാറുമുള്ള ഹോസ്പിറ്റൽസിൽ വന്നിട്ടില്ല, പക്ഷേ പ്രധാനപ്പെട്ട എല്ലാ മെഡിക്കൽ സെന്റേഴ്സിലും അത് വന്നിട്ടുണ്ട്. അത് അവർക്ക് താല്പര്യമാണ്. പല പല ക്ലിനിക്സും ഇപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഈ സിസ്റ്റത്തെ വരാൻ വേണ്ടി. അതിനകത്ത് എതിർപ്പ് പറയുന്നത് കൂടുതലും നമ്മുടെ നാട്ടുകാരാണ്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ നമ്മുടെ ഹോമിയോപ്പതിക്കാർക്കും അതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. കാരണം അവരും അനാവശ്യമായി കുറ്റപ്പെടുത്തലുണ്ട്. വളരെ കോഡിയലായിട്ട് നമ്മളിപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഞാൻ 24 വർഷം കൊണ്ട് ഒരേ മെഡിക്കൽ സെന്ററിൽ വർക്ക് ചെയ്യാണ്. ഞാൻ അവിടെ വന്ന് കയറിയപ്പോൾ അവരെല്ലാം എന്നെ ഒരു ടെക്നീഷ്യൻ ഗ്രേഡിലാണ് കണ്ടിരുന്നത്. നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. അത്രയും മോശപ്പെട്ടൊരു അവസ്ഥയായിരുന്നു ഞാൻ പോകുന്ന സമയത്ത് അബുദാബിയിൽ മെഡിക്കൽ സെന്ററുകളിൽ നമ്മൾക്കുണ്ടായിരുന്ന ഒരു വാല്യൂ. പക്ഷെ ഇന്ന് നമ്മൾ 10-24 വർഷം കൊണ്ട് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എൻ്റെ സിസ്റ്റം ഓഫ് മെഡിസിൻ, അല്ലെങ്കിൽ ഹോമിയോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് അവിടെ നമ്പർ 1 ആയിട്ട് ആ ക്ലിനിക്കിലുള്ളത്. കാരണം ഞാൻ ആകെ ഒരു 10 ദിവസമേ ഉള്ളൂ. ഈ 10 ദിവസം കൊണ്ട് അതിനകത്തുണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് എല്ലാ ഡോക്ടേഴ്സും മാറുണ്ട്. ഇപ്പം ഞാനിപ്പം ട്രിവാൻഡ്രത്താണ്. ഇന്നിപ്പോൾ അവിടെ ഒരു പേഷ്യൻറ്റിനെ കാണണമെങ്കിൽ അലോപ്പതി MD അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് ഡോക്ടർ ആയിരിക്കും എൻ്റെ പേഷ്യൻറ്റിനെ കാണുന്നത്. കണ്ടിട്ട് അവർ എന്നെ ഓൺലൈനിൽ കാണുകയും ഇന്ന മെഡിസിൻ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ അത്രയും രീതിയിലൊരു മാറ്റം വരുത്താൻ നമുക്ക് പറ്റി. അതിൽ പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ അറിവ് തന്നെയാണ്. കാരണം ഒരൊറ്റ ഇത് ഫയലിംഗ് സിസ്റ്റമാണ് അവിടെ ഉള്ളത്. ഞാൻ എന്ത് എഴുതുന്നു എല്ലാ പേർക്കും കാണാൻ പറ്റും, ഇൻക്ലൂഡിങ് ദ ഹോൾ ഹെൽത്ത് അതോറിറ്റിക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എഴുതുന്ന ഓരോ കാര്യവും വളരെ കറക്റ്റായിട്ട് എഴുതുക തന്നെ വേണം. മെഡിക്കൽ വേർഡ് കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ ഡയഗ്നോസിസ് കറക്റ്റ് ആയിരിക്കണം, പ്രൊഗ്നോസിസ് കറക്റ്റ് ആയിരിക്കണം, നമ്മൾ എങ്ങനെയാ ഫർദർ ഫോളോ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സും നമ്മളോട് സഹകരിക്കും. ഇത് എൻ്റെ ക്ലിനിക്കിൽ വേറൊരു ഡോക്ടർ സന്തോഷുണ്ട്, ജനറൽ മെഡിസിൻ. അദ്ദേഹം എന്നെക്കാളും സീനിയറാണ് അവിടെ. അദ്ദേഹം ഹോമിയോപ്പതി എന്ന് വെച്ചാൽ വളരെ വളരെ മോശപ്പെട്ട ലെവലിൽ കണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ഭാഗ്യത്തിന് ഇപ്പം അദ്ദേഹം ഹോമിയോ മെഡിസിൻ കഴിക്കുകയും ചെയ്തു. അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഡോക്ടർ സന്തോഷ്, എനിക്ക് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം മിക്കവാറും ഞാൻ പണ്ട് മുതൽ കണ്ടിരിക്കുന്ന ഹോമിയോ ഡോക്ടേഴ്സ് പലരും പല ട്രീറ്റ്മെന്റും നമുക്ക് പറ്റാത്ത ട്രീറ്റ്മെന്റും ചെയ്യാൻ പറ്റും എന്ന് പറയും. അവസാനം ഇത് കംപ്ലീറ്റ് മോശമാകുമ്പോൾ നമ്മളെടുത്ത് വിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടുത്തെ അബുദാബിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ എൻറ്റയർലി ഡിഫറെന്റ്. അറിയാലോ, നമുക്ക് പല പല അസുഖങ്ങളും, ഈവൻ ചിക്കൻ ബോക്സ് എഴുതാൻ പാടില്ല, നമ്മൾ ഫീവർ എന്ന് മാത്രമേ എഴുതുള്ളൂ. പക്ഷേ നമുക്കൊരു കോംപ്ലിക്കേഷൻ തോന്നുന്നെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അതിനകത്തിന് ഇന്റേണൽ റെഫറൻസ് കൊടുക്കുക. അത് ഈ ഡോക്ടർ തന്നെ പറയും, ദ ബ്ലഡ് പ്രഷർ ഇസ് സോ ഹൈ, ഇപ്പൊ നിങ്ങളുടെ മെഡിസിൻ കൊടുക്കാൻ വരട്ടെ, ഞാൻ മെഡിസിൻ കൊടുത്ത് കുറച്ചതിന് ശേഷം നിങ്ങൾ കൊടുത്ത്, ആ ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അക്സെപ്റ്റൻസ് വളരെ നല്ലതായി. പിന്നെ ഈ കഴിഞ്ഞ 3 പ്രാവശ്യം കൊണ്ടുള്ള ഈ ആയുഷിന്റെ കോൺക്ലേവ്, അത് നല്ല രീതിയിലൊരു മാറ്റം നമ്മുടെ ഓൾ ഓവർ UAE വരുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ അതിനകത്ത് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം, ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ പലരും നമ്മുടെ IFPHനെ പറ്റി ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അത് വളരെ സന്തോഷകരമായിട്ട് എനിക്ക് തോന്നി. കാരണം അന്യനാട്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പഠിക്കാനോ നമുക്ക് സംസാരിക്കാനോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പൊ പലരും പറയുന്ന, ഞങ്ങളെ ടൈം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ പോലും നിങ്ങളിപ്പം ഈ IFPHൽ നിന്ന് പലപ്പോഴായിട്ട് ഇതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് അവിടെ ഫേസ് ചെയ്യുന്നത്, ഞങ്ങളുടെ അവിടുത്തെ പീക്ക് ടൈമിലാണ് ഈ IFPHന്റെ ഓരോ പ്രോഗ്രാംസും നടക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മിക്കവർക്കും അത് കയറാൻ പറ്റുന്നില്ല. പക്ഷെ ഈ റെക്കോർഡിംഗ് വരുന്നത് അവർക്കൊരു ഫ്രീ ടൈം കിട്ടും. കാരണം മോർണിംഗ് അവേഴ്സ് ഒക്കെ പേഷ്യൻസ് കുറവായിരിക്കും, പലരും കാണുന്നുണ്ട്. അവർക്ക് വളരെ നല്ല ഒരു ഗുണം കിട്ടുന്നതായിട്ട് പലരും എന്നോട് പറഞ്ഞു. അത് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പറയണമെന്ന് അന്നേ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. വളരെ നന്ദിയുണ്ട് ഈ IFPHന്റെ ഈ എല്ലാ ദിവസവും ഇപ്പോൾ 2014 15 ദിവസമായെന്ന് തോന്നുന്നു അല്ലേ മനോജ്? 2015 ദിവസമായി. അപ്പൊ ഇത്രയും ദിവസം ഒരു ഇടതടവില്ലാതെ ഒരു വെബിനാർ നടത്തുക എന്ന് പറയുന്ന അത്രയും ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇനി അതിൽ ഏറ്റവും കൂടുതൽ അവരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ ഒരു വേദി ഉപയോഗിക്കുന്നു. അത് ഫസ്റ്റ് ഡേ ആണ്, ഇനാഗുറേഷനും അതിനും ആയിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ഫുള്ളായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സിസ്റ്റത്തിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ, പാനൽ ഡിസ്കഷൻ. പിന്നെ ഒരു ഡിഫിക്കൽറ്റി നമ്മൾ അവിടെ ഫേസ് ചെയ്യുന്നത്, പല ഹോൾസ് ഉണ്ട്. അത് മിക്കവാറും ഉള്ള ഇന്റർനാഷണൽ സെമിനാറിലും ഇപ്പോഴും പലപ്പോഴും അത് കാണുന്നുണ്ട്.
ഈ പല ഹോൾസിലായിട്ട് പോകുമ്പോൾ പലർക്കും പല നമ്മുടെ സെഷൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതൊരു വളരെ ബുദ്ധിമുട്ട്. പക്ഷേ ഞാനിപ്പം ഇതിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് എനിക്കറിയാം, ഇങ്ങനെ ഒരു കാര്യം പലയിടത്തായിട്ട് ചെയ്തില്ല എങ്കിൽ അവർക്ക് മെമ്പേഴ്സിനെ കിട്ടാൻ പാടായിരിക്കും. അറിയാലോ, 1.5 കോടി രൂപയാണ്, ഇന്ത്യൻ റുപ്പീസാണ് ഈ 3 days ആയിട്ടുള്ള ഹാളിന് കൊടുത്തത്. അവിടുത്തെ ഏറ്റവും വലിയ ഹാളാണ്. വളരെ കുറച്ച് കാശ് മാത്രമേ ആയുഷിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാം നമ്മുടെ രജിസ്ട്രേഷൻ ഫീസിൽ നിന്നാണ് ഈ സയൻസ് ഇന്ത്യ ഫോറവും മറ്റ് കമ്മിറ്റിക്കാരും അത് ഉണ്ടാക്കുന്നത്. 1.5 കോടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 50 lakhs മാത്രമാണ് ആയുഷ് ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കുന്നത്. അത് ഹാളിന് മാത്രം. പിന്നെ പ്ലീനറി സ്പീക്കേഴ്സിന് അവരുടെ ടിക്കറ്റ് കൊടുക്കണം, അവരുടെ അക്കോമഡേഷൻ, പിന്നെ ഫുഡ് 2-3 ദിവസത്തെ ഫുഡ് എന്ന് പറയുന്നത് അതും തന്നെ 340 രൂപയും 350 രൂപയാകുകയാണ്, ദിറംസ് ആകുകയാണ്. പിന്നെ 150 ദിറംസിനകത്താണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പം പ്രായോഗികമായി കുറച്ചു പേരൊക്കെ അത് പരാതി പറഞ്ഞു, ഇവൻ ഫോർ ദ സ്പീക്കേഴ്സ് ഓൾസോ വി ഹാവ് ടു പേ. പക്ഷെ അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് നമുക്ക് അതിനകത്ത് ഇരിക്കുമ്പോൾ അറിയാം. സെക്കൻഡ് ഡേ പല രീതിയിലുള്ള പാരലൽ സയന്റിഫിക് ഡിസ്കഷൻസ് ആയിരുന്നു. ആ ഡിസ്കഷൻസിൽ ഇപ്പം നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ ഇന്ന് വളരെ നല്ല രീതിയിൽ കുറേ റിസർച്ചസ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അറിയാൻ പാടില്ലാത്ത കുറേ റിസർച്ചസ്. ഇപ്പം ഈ IFPH പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ മിക്കവാറും ദിവസങ്ങളിൽ പലരും എവിഡൻസ് ബേസ്ഡ് നമ്മൾ ഈ എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞ് ശരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പേഷ്യൻസിന്റെ ഒരു 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 ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവരുടെ റിവ്യൂ പറയുന്നതല്ല എവിഡൻസ്. എവിഡൻസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു നമ്മളെ ബ്ലഡ് എക്സാമിനേഷനിലോ അതല്ല എങ്കിൽ ട്യൂബിനകത്തുള്ള ചേഞ്ചസോ സെല്ലുലാർ ചേഞ്ചസോ ഇതെല്ലാം കാണിച്ചെങ്കിൽ മാത്രമേ എവിഡൻസ് ബേസ്ഡ് ആവുള്ളൂ. അല്ലാതെ ഒരു ടെസ്റ്റിമോണിയൽസ് പറയുന്നത് നമ്മൾ റിസർച്ച് പിരമിഡിന്റെ ഏറ്റവും ലാസ്റ്റിൽ കിടക്കുന്നതാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പം. അപ്പം അത് നമ്മൾ ആ ലെവലിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും. റിസർച്ചിന്റെ ക്വാളിറ്റി മാറണം. ആയുർവേദ റിസർച്ച് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ഹോമിയോപ്പതിയിൽ ഇനിയും മുന്നോട്ട് പോകാൻ ശരിക്കും ഉണ്ട്. അതിങ്ങനെയുള്ളൊരു വേദികളിൽ നമുക്ക് പോകുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ സെക്കൻഡ് ഡേ അങ്ങനെ കഴിഞ്ഞു. തേർഡ് ഡേ വീണ്ടും വന്നത് കുറെ വർക്ക്ഷോപ്സും സെഷൻസും ആയിരുന്നു. എലോങ് വിത്ത് ദാറ്റ് വൺ അതിന്റെ ലാസ്റ്റ് വെലറ്ററി ഫംഗ്ഷനും ഉണ്ടായിരുന്നു. അത് കുറെ സമയം പോയി. എപ്പോഴും ഇങ്ങനെയുള്ളൊരു വലിയൊരു സെമിനാറിന് നടക്കുമ്പോൾ ഉണ്ടാകുന്ന അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എപ്പോഴും ഇനാഗുറൽ സെഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു ടൈം കൺസ്യൂമിങ് ആണ്. ആളുകൾ ഇരുന്ന് ബുദ്ധിമുട്ടും. കാരണം രാഷ്ട്രീയക്കാരോ മറ്റുള്ളവരായിരിക്കും വരുന്നത് ഒരു ഇനാഗുറേഷൻ ഇതിനകത്ത്. അവർ കുറേ ടൈം അങ്ങ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സയന്റിഫിക് സെഷന്റെ ടൈം കുറച്ച് അപഹരിക്കുന്നുണ്ട്. അത് എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ഈ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അന്ന് എനിക്ക് 2 ദിവസത്തിന് മുമ്പേ ഡോക്ടർ ബിന്ദു വന്നിരുന്നു. നേമം വിദ്യാരാജ കോളേജിലെ ഡോക്ടർ ബിന്ദുവിന്റെ ഒരു ക്ലാസ്സിന്. ഡോക്ടർ ബിന്ദു പറഞ്ഞതുപോലെ ഇവൻ പ്ലീനറി സെഷന് പോലും ആള് കുറവാണ്. കാരണം നമ്മുടെ ഇവിടെ നിന്നൊക്കെ വരുന്നവര് കഴിവതും അവർ നോക്കുന്നത് അവരുടെ സെഷൻ കഴിയുമ്പോൾ അവർ പിന്നെ സ്ഥലം കാണാൻ പോവുക. അത് ഒരു വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ശരിക്കും നമ്മൾ ഈ പ്ലീനറി സെഷൻ എന്ന് പറയുന്നത് ഇൻവൈറ്റഡ് സ്പീക്കേഴ്സ് ആണ് കൂടുതലായിട്ട്. അപ്പൊ ഇൻവൈറ്റഡ് സ്പീക്കേഴ്സിന്റെ മുമ്പ് ഓഡിയൻസ് ഇല്ലെങ്കിൽ അവരെ നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഈ ഡോക്ടർ ബിന്ദു ജോൺ അവരുടെയൊക്കെ സെഷൻസിനൊക്കെ വളരെ മിനിമൽ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഇങ്ങനെയുള്ളൊരു ഔട്ട്സൈഡ് കൺട്രിയിൽ ചെയ്യുമ്പോൾ വരുന്നവർക്ക് അവരുടെ എന്തായാലും പൈസ മുടക്കി വരുന്നതല്ലേ, അവർക്ക് ഈ സ്ഥലങ്ങളോടൊന്ന് കാണാതെ എങ്ങനെ തിരിച്ചു പോകുന്നത്? അപ്പൊ അതിനു വേണ്ടി പോകുന്നത്. പക്ഷെ അത് ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ 2 ദിവസം എക്സ്ട്രാ വേറെ എടുത്തിട്ട് പോകും. കാരണം ചില സെഷൻസിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ഇപ്പം IFPH തന്നെ വരുന്ന ചില സെഷൻസ് ഒക്കെ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത നമുക്ക് ഗുണം കിട്ടുന്ന സെഷൻസ് ഉണ്ട്. ശരിയല്ലേ? അപ്പൊ അതുപോലെ ഇതിനകത്ത് നമ്മൾ വന്നപ്പോൾ ഇപ്പൊ അഗ്രോ ഹോമിയോപ്പതിയെ പറ്റി കുറച്ച് സെഷൻസ് ഉണ്ടായിരുന്നു. അത് അന്ന് നമ്മള് എറണാകുളത്ത് നമ്മുടെ ഉണ്ടായിരുന്ന പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന 1-2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പ്രസന്റേഷൻസ് വളരെ നല്ലതായിരുന്നു. അപ്പോൾ തേർഡ് ഡേ അങ്ങനെ കഴിഞ്ഞു പോയി. ഇതിനകത്ത് പിന്നെ ഇനാഗുറൽ സെഷനിൽ അദ്ദേഹം ഇതിന്റെ ഇമ്പോർട്ടൻസ് ഹോമിയോപ്പതി ആയുർവേദം അല്ലെങ്കിൽ ആയുർവേദമാണ്. അതിനിടയ്ക്ക് വേറൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഈ ഇനാഗുറൽ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ മെസ്സേജസ് പാസ് ചെയ്യുന്നു പലരും. അത് ഒരു ഓർഗനൈസേഷന്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഹോമിയോപ്പസ് ആണ്.
ഹോമിയോപ്പതിക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല, ഇത് ബയസ്ഡ് ആയിപ്പോയി, ആയുർവേദക്കാര് ഇതിനെ എടുത്തു എന്ന ലെവലിലൊരു മെസ്സേജ് ഇങ്ങോട്ടേക്ക് പലരും വിടുന്നുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞ ഉടനെ ഞാനും ബാക്കി 2-3 പേരും അവരെ അങ്ങോട്ട് വിളിച്ചു. പക്ഷെ അത് അന്നത്തെ ദിവസം ഈവനിങ്ങിലേ പറ്റുള്ളൂ. അവരെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേപ്പേഴ്സ് വരുന്നതാണ് അവർ നോക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഫസ്റ്റ് ആയുഷ് കോൺക്ലേവിന് ഹോമിയോപ്പതിക് പേപ്പേഴ്സും ഹോമിയോപ്പതിക് പ്രസന്റേഷൻസുമായിരുന്നു നമ്പർ 1. ഇത് സെക്കൻഡ് ആയപ്പോൾ ആയുർവേദത്തിന്റെ പേപ്പേഴ്സും ആയുർവേദത്തിന്റെ പ്രസന്റേഷനും കൂടി. തേർഡ് ലാസ്റ്റ് മന്തിൽ ഉണ്ടായിരുന്നതിൽ 540 570 പേപ്പേഴ്സാണ്, അബ്സ്ട്രാക്റ്റ് ആണ് അതിനകത്ത് വന്നത്. അപ്പം 570 അബ്സ്ട്രാക്റ്റ് വരുമ്പോൾ അത്രയും ഇത് പേപ്പേഴ്സ് അവർക്ക് കിട്ടും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് അബ്സ്ട്രാക്ട്സ് റിസീവ്ഡ്. അതിനനുസരിച്ചിട്ടുള്ള അതിന് ശതമാനമായിട്ടാണ് അവർക്ക് പ്രസന്റേഷന് സ്ലോട്ട്സ് കിട്ടുന്നത്. പക്ഷെ ഹോമിയോപ്പതിയിൽ 242 വന്നിട്ടുള്ളൂ. അപ്പൊ അത് ഒരു കാര്യം. രണ്ടാമത്, അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഈ ആയുർവേദക്കാർ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ വേൾഡ് ആയുർവേദ ഫൗണ്ടേഷൻ എന്നോ അങ്ങനെ എന്തോ ഒരു ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ പേരുടെ ഇമെയിൽ ഐഡിയും അവരുടെ കയ്യിലുണ്ട്. സോ ഇത് ആയുഷിന്റെ കോൺക്ലേവ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് അനൗൺസ് ചെയ്ത അപ്പോൾ തന്നെ എല്ലാ പേർക്കും അവർ മെസ്സേജ് വിട്ടു. എല്ലാ പേരും അബ്സ്ട്രാക്റ്റ് അയച്ചു. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ അങ്ങനെ ഒരു 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 ഡേറ്റാ ബേസ് നമ്മുടെ ഹോമിയോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ഇല്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോൾ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളതും അല്ലാത്തതും നിങ്ങളുടെ ഫ്രണ്ട്സ് പലരും പേപ്പേഴ്സ് അയക്കുക. കാരണം നമ്മളിപ്പോൾ അവിടെ വന്നിട്ട് എക്സിബിഷൻ നോക്കിയപ്പോൾ ആയുർവേദത്തിന്റെ ആൾക്കാർക്ക് മാത്രമേ എക്സിബിഷൻ ഹാളിലുള്ളൂ, ഹോമിയോപ്പതിക്ക് ഇല്ല. ഹോമിയോപ്പതിക്ക് ഡോക്ടേഴ്സ് ആർക്കെങ്കിലും എക്സിബിഷൻ ചെയ്യാൻ പറ്റൂ? ആയുർവേദത്തിന്റെ ഇന്ത്യയിൽ നിന്ന് ഹിമാലയ, ഡാബർ ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനിക്കാരും വന്നു. അപ്പം അഫ്കോഴ്സ് അങ്ങനെ വരുന്ന സമയത്ത് കൂടുതലും ഇമ്പോർട്ടൻസ് അവർക്ക് തന്നെ കിട്ടും. ഹോമിയോപ്പതിയുടെ ഇമ്പോർട്ടൻസ് അത്രത്തോളം കിട്ടില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം മുതൽ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും, എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം 3 സ്റ്റോളാണ് ഹോമിയോപ്പതിയുടെ ഉണ്ടായിരുന്നത്. 120 സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അതിൽ 90%, 95% ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽസിന്റെ സ്റ്റോൾസ് ആണ്. അപ്പം പൈസ കൊണ്ടുവരുന്നത് അവരാണ്, നമ്മളല്ല. സോ അവർക്ക് ഇമ്പോർട്ടൻസ് കിട്ടും എന്ന് പറയുന്നതിൽ യാതൊരു വിഷമവും ഇല്ല. അത് ഞാൻ വ്യക്തമാക്കി അവർക്ക് കൊടുത്തപ്പോൾ അവർ പിന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു മെസ്സേജ് പോകരുത്. കാരണം ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഇവിടെ ഇല്ല. നമുക്ക് നമ്മുടേതായ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. നമ്മളൊരു അന്യനാട്ടിൽ ഇവിടെ IHK എന്നില്ല, IHMA എന്നില്ല, IAHP എന്നില്ല, IFPH എന്നില്ല. എല്ലാത്തിലും ഞാൻ അവരുടെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാത്തിനകത്തും ഞാനുണ്ട്. കാരണം ഒരു കൊച്ചു രാജ്യത്ത് വന്നിട്ട് നമ്മൾ ഓരോ സംഘടനകൾ എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ കിടന്ന് അടിയുണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു. ഇത് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ എന്തെങ്കിലും ഗുണം കിട്ടുകയുള്ളൂ. അപ്പം ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് തിങ്. ഇതാണ് ഇനാഗുറൽ സെഷനിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഇതാണ് ഫ്രണ്ട് വ്യൂ ആണ്. നമ്മുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു, ഹെൽത്ത് സെക്രട്ടറി ഉണ്ടായിരുന്നു, പിന്നെ UAE ഗവൺമെന്റിന്റെ ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ കുറെ ആൾക്കാർ പ്രസന്റേഷന് വന്നു. വളരെ നല്ലതായിരുന്നു. എല്ലാ പേരും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല പല ഡോക്ടേഴ്സ് ഫ്രം കേരള അവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് 120+ എക്സിബിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് വെറും 3 എക്സിബിഷൻ ഹാൾ, ഒന്ന് ഒരു നാഷണൽ ഹോമിയോപ്പതിക്ക് എന്ന് പറഞ്ഞൊരെണ്ണം, പിന്നെ ബോയ്റോൺ വേറെ ഒന്നുമായിട്ട് ചേർന്നിട്ട്, പിന്നെ IHMAയുടെ ഒരു ഹാൾ. ഈ 3 സ്റ്റോള് മാത്രമേ ഹോമിയോപ്പതിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം ആയുർവേദത്തിനാണ്. രണ്ടാമത് രജിസ്ട്രേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 100-100 or 200 ആണ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ പാർട്ടിസിപ്പൻസ് മോർ ദാൻ ഓൾമോസ്റ്റ് 10,000 പാർട്ടിസിപ്പൻസ് ഉണ്ട്. കാരണം ഈ എൻട്രി ടു ദ എക്സിബിഷൻ ഹോൾ വാസ് ഫ്രീ. എക്സിബിഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കയറാം. അതിന് ഒരു രജിസ്ട്രേഷൻ മാത്രം എടുത്താൽ മതി. അങ്ങനെ കുറേ പേര് എക്സിബിഷന് മാത്രം വന്നിരുന്നു. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുന്നതിന് മാത്രമേ നമ്മൾ ഈ പ്രസന്റേഷൻ ഹാളിൽ കാണുന്നതിന് മാത്രമേ പേയ്മെന്റ് ഉള്ളൂ, അല്ലെങ്കിൽ അവർ സ്കാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ ഓൾമോസ്റ്റ് അപ്പം ഈ ഒരു 10,000 പേരൊക്കെ കയറി ഇറങ്ങുമ്പോൾ ആയുഷ് എന്നുള്ളൊരു ഒരു ഓർഗനൈസർ, അല്ലെങ്കിൽ ആയുഷിന്റെ എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിനും ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. എല്ലാ പേരും മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഒരു ഏറ്റവും വലിയൊരു ലാൻഡ് മാർക്ക് തന്നെയായിരുന്നു ഈ ഇവന്റ് കൊണ്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ ജസ്വന്ത് പാട്ടീൽ
അദ്ദേഹം ഒരു പൾമനോളജിസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇതിനകത്ത് ഈ ഒരു IFPHന്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആഴ്സനിക്കം അയഡേറ്റം അമ്മയ്ക്ക് കൊടുത്താണ് അദ്ദേഹത്തിന്റെ വിശ്വാസം, അല്ലെങ്കിൽ അത് ഇൻസ്പയർ ചെയ്താണ് അദ്ദേഹം ഹോമിയോപ്പതിയിലേക്ക് വന്നത്. കംപ്ലീറ്റ് ഹോമിയോപ്പതിയാണ്. അപ്പൊ അദ്ദേഹം സംസാരിക്കുന്നത് പ്ലീനറി സെഷനാണ്. എനിക്ക് തൊട്ട് മുമ്പുള്ളൊരു സെഷനാണ്. അദ്ദേഹം സംസാരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഓഡിയൻസിന്റെ ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വളരെ ഫ്യൂ ഓഡിയൻസേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇന്ത്യയിലായിരുന്നു എങ്കിൽ ഇഷ്ടം പോലെ ആൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇങ്ങനെ ഒരു, പക്ഷെ ആളുണ്ട്, ഇത്രയും പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരെല്ലാം കറങ്ങാൻ പോയിരിക്കണം. അത് എനിക്ക് ഒരു വളരെ മോശമായിട്ടൊരു ഫീലിംഗ് തോന്നി. അതാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ബിന്ദുവും ഈ ഒരു വേദിയിൽ അന്ന് പറഞ്ഞത്. കാരണം നമ്മൾ സ്പീക്കേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് വേണം. മാത്രമല്ല ഡോക്ടർ ബിന്ദു പറഞ്ഞതുപോലെ ഇതിനൊരു പേപ്പറോ അല്ലെങ്കിൽ ശരിക്കും ഇങ്ങനെ ഒരു പ്രസന്റേഷൻ വരുന്ന സമയത്ത് അതൊരു ബുക്ക് രൂപത്തിൽ ഇറക്കുന്നുണ്ട്. സോ ദാറ്റ് അത് എല്ലാ പേരുടെ കയ്യിലും ഇരിക്കും. നമുക്കതൊരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷൻ ആയിട്ട് കാണിക്കുകയും ചെയ്യാം. പക്ഷെ ഇത് ഇവിടെ കാണിച്ചിട്ടില്ല. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 500 പേപ്പേഴ്സ് വരെ ഉണ്ടായിരുന്നേ എല്ലാം കൂടെ. അപ്പൊ അതെല്ലാം കൂടി ഒരു ബുക്ക് രൂപത്തിലാക്കണമെങ്കിൽ നമ്മുടെ അവിടുത്തെ രാജ്യത്തിലെ ദിറംസ് അനുസരിച്ചിട്ട് അതൊരു വലിയൊരു കോസ്റ്റാണ്. അതുകൊണ്ടായിരിക്കാം അവർ ചെയ്യാത്തത്. പിന്നെ ഞാൻ നേരത്തെ അന്ന് പറഞ്ഞതുപോലെ തന്നെ സ്പീക്കേഴ്സിന് ഒരു മൊമെന്റോ എങ്കിലും കൊടുക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്നും അവിടെ വന്ന് ഒരു പ്രസന്റേഷൻ നടക്കുമ്പോൾ അവർക്കൊരു മൊമെന്റോ ഉണ്ടെങ്കിൽ അവരുടെ ക്ലിനിക്കിൽ വെക്കുക, അത് ചെയ്യുന്നത് അവർക്ക് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ അതൊന്നും കൊടുക്കാൻ അവർക്ക് പറ്റിയില്ല. സയൻസ് ഇന്ത്യ ഫോറമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴ്. ഞാൻ അവരോട് പറഞ്ഞു നെക്സ്റ്റ് വരുമ്പോൾ, ഇപ്പം ഒരു സർട്ടിഫിക്കറ്റ് തന്നെ കൊടുത്തത് അവർ നാട്ടിൽ പോയതിനു ശേഷമാണ് കൊടുത്തത്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് നെക്സ്റ്റ് ടൈമിൽ അത് റെക്ടിഫൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ സമയമാണ്. രണ്ടാമത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബിന്ദു ജോൺ വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. പുള്ളിക്കാരി കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. എല്ലാ പേരും അതിശയിച്ചു പോയി കേട്ടോ ആ പ്രസന്റേഷനിൽ. കാരണം ഒരു സംസ്ഥാനത്തിലും ഗവൺമെന്റ് തലത്തിൽ ഇങ്ങനെ ഒരു 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 സംവിധാനമില്ല. വീടുകളിൽ പോയി നോക്കാൻ വേണ്ടിയുള്ള സൗകര്യം, വീടുകളിൽ പോയി നോക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിൽ പ്രസന്റ് ചെയ്തിരുന്നു. അത് വളരെ നല്ലതായിരുന്നു. രണ്ടാമത് അടുത്തൊരു ബിന്ദു കഴിഞ്ഞ ദിവസം വന്നിരുന്നല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. പുള്ളിക്കാരുടെ പ്രസന്റേഷനിൽ ആ ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. അപ്പം അത് കണ്ടിരുന്ന പലർക്കും അതൊരു അതിശയമായിട്ട് തോന്നി. കാരണം പുള്ളിക്കാരി പല പല കേസുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ. അതിൽ 1-2 കേസാണ് അവിടെ കാണിച്ചത്. കാരണം അവിടെ ഒരു 10 മിനിറ്റ് സമയം ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ 10 മിനിറ്റിൽ 7 മിനിറ്റേ കിട്ടുള്ളൂ ഇൻ എഫക്റ്റ്. ഒരു 7-8 മിനിറ്റേ കിട്ടുള്ളൂ. അതിനകത്ത് ഇത് പറഞ്ഞു തീർക്കണം. അപ്പൊ എത്രത്തോളം പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ ഈ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റോ പറയുന്നത് അവർക്കതൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നില്ല. അതാണ് ഡോക്ടർ ബിന്ദു പറഞ്ഞത്, ഇത്രയും പൈസ മുടക്കി ഞങ്ങൾ അവിടെ പോയിട്ട് അതിനൊരു വാല്യൂ കിട്ടുന്നതായിട്ട് തോന്നിയില്ല എന്ന് കഴിഞ്ഞ ദിവസം മനോജിനോട് അന്ന് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ മനോജ്? ഡോക്ടർ ബിന്ദു അങ്ങനെ പറഞ്ഞിരുന്നില്ല. കാരണം നമ്മൾ ഇത്രയും പൈസ മുടക്കി പറഞ്ഞു. കാരണം അത് വളരെ കറക്റ്റാണ് ഡോക്ടർ ബിന്ദു പറഞ്ഞത്. കാരണം അവർ ഇത്രയും പൈസ മുടക്കി വന്നിട്ട് അവർക്കൊരു മൊമെന്റോ എങ്കിലും കൊടുക്കണമായിരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നോക്കാം അടുത്ത്. കാരണം നല്ലൊരു എമൗണ്ട്, ഒരു 50,000 രൂപയെങ്കിലും ചിലവാക്കിയാലേ അങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഒരു 10,000 രൂപയ്ക്ക് മുകളിൽ തന്നെയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. അപ്പൊ അതൊരു വളരെ ഒരു മോശപ്പെട്ടൊരു കാര്യമായിരുന്നു. പക്ഷെ എന്തായാലും അടുത്ത പ്രാവശ്യം ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിന് ഞാൻ നിങ്ങളോട് പറയുന്നത്, മാക്സിമം അബ്സ്ട്രാക്റ്റ് അയക്കാൻ നോക്കുക. നമ്മൾ എല്ലാ പേരും അയക്കുക, പറ്റുന്നവരൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കിട്ടും. നമുക്ക് കുറെ സ്ലോട്ട് കിട്ടും. നിങ്ങൾ വന്നില്ലെങ്കിലും വേണ്ടില്ല. ഇപ്പൊ എന്റെ മോന് ഒരു അബ്സ്ട്രാക്ട് കൊടുത്തിരുന്നു. പക്ഷെ അവന്റെ എക്സാമിനേഷൻ ആയതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. പക്ഷെ എങ്കിലും ആ നമ്പർ ഓഫ് അബ്സ്ട്രാക്ട് അനുസരിച്ചിട്ട് ഇവർ പേപ്പറിന് തരുന്നുണ്ട്, നമുക്ക് ടൈം തരുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പം അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഇതിലിപ്പം ഇത് എൻ്റെ ഒരു പ്രസന്റേഷൻ ആയിരുന്നു. അതൊരു പ്ലീനറി സെഷനിലായിരുന്നു. എൻ്റെ PhD-യുടെ പേപ്പറാണ് ഞാൻ അവിടെ പ്രസന്റ് ചെയ്തത്. PhD-യിൽ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ്, നമ്മുടെ ആഴ്സനിക്കം ആൽബമാണ് ഞാൻ നോക്കിയത്. ആഴ്സനിക്കം ആൽബം സൈറ്റോകൈൻസ് എങ്ങനെ, സൈറ്റോകൈൻ സർജ് ആണല്ലോ നമ്മുടെ കോവിഡിനും ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നു. സൈറ്റോകൈൻ അന്നാണ് നമ്മൾ പഠിച്ചത് സൈറ്റോകൈൻ എന്താണെന്നുള്ളത്. സൈറ്റോകൈൻ സർജ് ആണ് ഈ കോവിഡിന്റെ എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ആഴ്സനിക്കം ആൽബമാണ് മെഡിസിൻ കൊടുത്തത്. ഇതെങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്, പ്രോ ഇൻഫ്ലമേറ്ററി, ആന്റി ഇൻഫ്ലമേറ്ററി, ആ സൈറ്റോകൈൻസിന്റെ ബെനിഫിറ്റും അക്കാര്യങ്ങളുമാണ് നമ്മളത് സംസാരിച്ചത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പ്ലീനറി സെക്ഷനിൽ പോലും. പ്ലീനറി സെഷന്റെ ഗുണമെന്ന് പറഞ്ഞാൽ, പ്ലീനറി സെഷൻ നടക്കുന്ന സമയത്ത് പാരലൽ സെഷൻസ് ഒന്നും കാണില്ല. ബിക്കോസ് കീനോട്ട് സ്പീക്കേഴ്സ് ആണ്.
അപ്പം പാരലൽ സെഷൻസ് നടന്നാൽ ഇതിനകത്ത് ആൾ കുറയും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പാരലൽ സെഷൻസ് നടത്താത്തത്. പക്ഷേ എന്നിട്ട് പോലും പ്ലീനറി സെഷന് ആൾ കുറവായിരുന്നു, ഓഡിയൻസ് കുറവായിരുന്നു, വിച്ച് വാസ് എ ബാഡ് തിങ്. പിന്നെ ഇത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഒരു ഷോക്കേസ് തന്നെയാണ്. കാരണം റിസർച്ചേഴ്സ് ഉണ്ട്, അക്കാഡമിക് പീപ്പിൾ ഉണ്ട്, ഇൻഡസ്ട്രിയൽസ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, പബ്ലിക് ഉണ്ട്. ഇത്രയും പേര് വരുന്ന ഒരു 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 ഏറ്റവും വലിയൊരു കോൺക്ലേവ് ആണ് ഇന്റർനാഷണൽ ആയുഷ് കോൺക്ലേവ് ആയിട്ടുള്ള ദുബായിൽ നടന്നത്. അത് ഇനിയും വരുന്നുണ്ട്. അതിൽ എത്രത്തോളം ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഇനി അത് ബുദ്ധിമുട്ട്. പക്ഷേ അബ്സ്ട്രാക്റ്റ് എങ്കിലും അയക്കണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇങ്ങനെയുള്ളൊരു ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണ്? നമ്മുടെ ഫസ്റ്റ് തിങ് നമ്മുടെ നെറ്റ്വർക്കിംഗ്. കാരണം ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരുമ്പോൾ അവരുമായി നമുക്കൊന്ന് സംവാദിക്കാനും അവരുടെ പ്രസന്റേഷൻ കാണാനും അവരോട് കുറച്ച് ചോദ്യം ചോദിക്കാനും നമുക്ക് പറ്റും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ടൈം തരുന്നുണ്ട്. കാരണം ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു ഫുഡ് ഈവനിങ്ങിൽ നമുക്ക് എല്ലാവരും കൂടെ പോയി ഒരു ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ നമുക്ക് കുറേ ഇന്ററാക്ഷൻ നടത്താൻ പറ്റും. അത് എല്ലായ്പ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ ഇതെല്ലാം നമ്മുടെ പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് അല്ലേ. പ്രാക്ടീസ് ഇപ്പം നമ്മൾ ഈ IFPH തന്നെ വരുന്ന ചില മിക്കവാറും ഉള്ള ക്ലാസ്സുകൾക്കും ഒരു പോയിന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ചിലതൊക്കെ നമുക്ക് പ്രാക്ടീസിന് വളരെ ഉപകാരമായിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് പല കാര്യങ്ങളും. പിന്നെ ഇത് ഇപ്പോഴത്തെ ഡേ ബൈ ഡേ ഓരോ വർഷം ഞാനിപ്പം ഫസ്റ്റും തേർഡുമായിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റിൽ ആയുഷ് കോൺക്ലേവിൽ ഉണ്ടായിരുന്ന പ്രസന്റേഷനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയി ഇപ്പം തേർഡ് ആയപ്പോൾ. ബിക്കോസ് റിസർച്ചേഴ്സ് വന്നു, റിസർച്ചിന്റെ മെത്തഡോളജി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ ഇത് ഫോളോ ചെയ്താണ് പലരും വരുന്നത്. അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നല്ലതുപോലെ വന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് ഇതിനകത്ത് നിന്ന് പഠിക്കാൻ പറ്റും. പിന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് ന്യൂ ബിസിനസ് എങ്ങനെ ഇതിനെ കൊണ്ടുപോകാം, അതിന് ബിസിനസിന്റെ കുറേ ആൾക്കാരുണ്ട്. മെഡിക്കൽ ടൂറിസം പലപ്പോഴും മനോജ് പറയുന്ന ഒരു കാര്യമാണ്. മെഡിക്കൽ ടൂറിസം അതിനെപ്പറ്റി ശരിക്കും വളരെ നല്ലൊരു ഒരു 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 സെഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇതിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്തത് ഇപ്പോഴത്തെ റീസെന്റ് റിസർച്ചസും ആയുഷിൽ എന്തൊക്കെ റിസർച്ചസും അഡ്വാൻസ്മെന്റും വന്നിട്ടുണ്ട്. നമുക്ക് പലർക്കും അറിയില്ല എന്തൊക്കെ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ റിസർച്ച് ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ്, പലരും അറിയുന്നില്ല. അതിൽ ലേറ്റസ്റ്റ് ക്ലിനിക്കൽ ട്രയൽ റിസൾട്ട്സ് കുറേ പേര് കാണിച്ചു. നമ്മുടെ ട്രഡീഷണൽ മെഡിസിൻസിന്റെ ആയുർവേദമാണെങ്കിൽ, പക്ഷെ ആയുർവേദത്തിന്റെ ഇതിനകത്ത് അറ്റൻഡീസ് വേർ വെരി ലെസ് കേട്ടോ. ഹോമിയോപ്പതിയിൽ അറ്റൻഡീസ് വളരെ കൂടുതലായിരുന്നു. ഇവൻ ദോ പേപ്പേഴ്സ് കുറവാണെങ്കിൽ പോലും അറ്റൻഡീസ് കൂടുതലായിരുന്നു. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഡയഗ്നോസ്റ്റിക്സ് അവരുടെയൊക്കെ കുറേ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നോവേറ്റീവ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ്, ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പിക്സിന് അവിടെ കവർ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോമിയോപ്പതി നമ്മുടെ ദുബായിൽ ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് വന്നതാണ് ട്രഡീഷണൽ, കോംപ്ലിമെന്ററി ആൻഡ് ഇന്റഗ്രേറ്റഡ് മെഡിസിൻ. എല്ലാം ഒരു അംബ്രല്ലയിലേക്ക് വരാൻ വേണ്ടി അവരൊരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദ്ഘാടനം അന്ന് കാണുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷെ അത് നടന്നില്ല. മിക്കവാറും അത് വലിയ താമസമില്ലാതെ വരും. പക്ഷെ അവരത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾസ്, ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെന്റ്, മോഡേൺ മെഡിക്കൽ ഡയഗ്നോസ് ടെക്നോളജി, ഇതെല്ലാം കൂടെ ഒരു അംബ്രല്ലയിലേക്ക് വരുന്നത്, എൻഹാൻസ്ഡ് പേഷ്യൻ കെയർ. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാവുമ്പോൾ പേഷ്യൻ കെയർ വിൽ ബി വെരി മച്ച് എൻഹാൻസ്ഡ്. അപ്പം അത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ ഹെർബൽ റെമഡീസ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ഹെൽത്ത് കെയർ. കാരണം ശരിക്കും നമ്മുടെ അറബ് പീപ്പിള് ഹെർബൽ റെമഡീസിൽ ഭയങ്കരമായിട്ട് ആകർഷകരാണ് കേട്ടോ. ഈ ഹോമിയോപ്പതി ആകുമ്പോൾ നമ്മൾ അവരെ കുറെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഹെർബൽ റെമഡീസ് അവർ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുറേ ഹെർബൽ റെമഡീസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആയുർവേദത്തിന് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം, പല ക്ലിനിക്കുകളും ആയുർവേദം സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റീവ് ആണ് കേട്ടോ. കാരണം നമ്മുടെ ഇപ്പം ഹോമിയോപ്പതിയിലാവുമ്പം വി ആർ നോട്ട് സപ്പോസ് ടു ഡിസ്പെൻസ് മെഡിസിൻസ്. അപ്പൊ മരുന്ന് കൊടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, കൺസൾട്ടേഷൻ ഫീസ് മാത്രമാണുള്ളത്. ആയുർവേദത്തിലാവുമ്പോൾ ഒരു തടവലും പിടിയലും ആകുമ്പോൾ ഒരാൾ വരുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് അങ്ങ് മാറ്റാം. പക്ഷെ ഹോമിയോപ്പതി അത് പറ്റില്ല. പക്ഷെ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്, ആദ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഫസ്റ്റിൽ നമ്മളെല്ലാവരും ഡിസ്പെൻസ് ചെയ്തിരുന്നതാണ്. പിന്നെ ഒരു റൂള് വന്ന് ഡിസ്പെൻസ് കംപ്ലീറ്റിംഗ് മാറ്റി. വി ഹാവ് ടു പ്രിസ്ക്രൈബ് മെഡിസിൻസ്. ഇപ്പൊ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ മെഡിസിൻസിന്റെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. UAE മെഡിസിൻസിന്റെ വില എക്സ്ട്രീംലി കോസ്റ്റ്ലി ആണ്. പക്ഷെ അതിലൊരു വിഹിതം
നമ്മുടെ ഫാർമസിക്കാർക്ക് കിട്ടും. ഫാർമസി എന്ന് പറയുന്നത് മെഡിക്കൽ സെന്ററിന്റെ ആൾക്കാരാണ്. മനസ്സിലായി? അപ്പൊ അവർക്ക് ഒരു 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 വിഹിതം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒരു ബെനിഫിറ്റ് ഹോമിയോപ്പതി സിസ്റ്റം ഓഫ് മെഡിസിൻ വെക്കുന്നതുകൊണ്ട് നമ്മുടെ പല പല ക്ലിനിക്കുകൾക്കും ഉണ്ട്. ഇവിടുത്തെ പോലെ അല്ല, നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആഴ്സനിക്ക മാൽവം 200 ഒരു ഡോസ് കൊടുക്കുന്നെങ്കിൽ പോലും ഒരു ബോട്ടിൽ എഴുതണം. ഒറ്റ ഡോസ് കഴിക്കാൻ പറയും, 3 ടാബ്ലറ്റ് കഴിക്കാൻ പറയും. പക്ഷെ ഞാൻ കൂടുതലും കൊടുക്കുന്നത് ഒരു ഡോസ് കഴിഞ്ഞതിന് ശേഷം ബയോകെമിക്കാണ്, പ്ലാസിബോ ഇല്ല. സോ ബയോകെമിക്കാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് അവിടെ. പക്ഷെ ഓരോ ബയോകെമിക് എടുക്കുമ്പോഴും അവർക്ക് 4 ദിറംസ് 5 ദിറംസ് വരെ ഹോസ്പിറ്റലിന് കിട്ടും. അപ്പോൾ അതൊരു ബെനിഫിറ്റ് ആയിട്ട് നമ്മുടെ ക്ലിനിക്കുകാരെല്ലാം കാണുന്നുണ്ട്. ഒരു ക്ലിനിക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. നമ്മുടെ കുറേ ഹോമിയോ ഡോക്ടേഴ്സിനെ അവർ ക്ലിനിക്ക് നടത്തുന്നുണ്ട്. ക്ലിനിക്ക് നടത്തിക്കൊണ്ട് പോകാൻ കുറച്ച് പാടാണ്. കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെയാണ് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആണ് വേൾഡ് ലീഡേഴ്സുമായിട്ട് നമുക്ക് ഒരു ഒരു നെറ്റ്വർക്ക്, ഒരു കണക്ഷൻ കിട്ടും. അവിടെ വരുന്ന എല്ലാ പേരും, എത്ര വലിയ ആൾക്കാരാണെങ്കിലും എല്ലാ പേരും സാധാരണക്കാരെ പോലെ സംസാരിക്കാനും എല്ലാത്തിനും വരുന്നുണ്ട്. അവർ നമ്മുടെ സംശയങ്ങൾക്കെല്ലാം ദൂരീകരിക്കാൻ വളരെ സന്തോഷമാണ്. നമുക്ക് കീനോട്ട് സ്പീക്കേഴ്സും പാനലിസ്റ്റുമായിട്ട് സംസാരിക്കാം. അവരുമായിട്ടൊരു ലേണിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഇവിടെ വന്നതിന് ശേഷം മിക്കവാറും ആളുകൾ അവരുടെ ഒരു ലേണിംഗ് ഗ്രൂപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായി? ദുബായിൽ ഇത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാ. അവരുടെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോട്ട് നമ്മളെല്ലാവരെയും കൂടെ നിർത്തിയിട്ട് അവർ ക്ലാസ്സുകൾ നടത്തും. അതും ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഗുണം. കാരണം നമ്മൾ അവിടെ ക്ലാസ് ഒന്നും കിട്ടാതിരിക്കുകയല്ലേ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഇന്റർനാഷണൽ കൊളാബറേഷൻ വിത്ത് ദ പാർട്ട്നേഴ്സ്, പല പല പാർട്ട്നേഴ്സുമായിട്ട് ഇന്റർനാഷണൽ കൊളാബറേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡസ്ട്രി സപ്ലൈസ് ആൻഡ് ഇന്നോവേറ്റേഴ്സുമായിട്ടുള്ളൊരു കണക്ഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നെറ്റ്വർക്കിംഗ് ഇത് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഒരു നോളജ് ഷെയറിംഗ്, ഒരു കീനോട്ട് സെഷനിലാണെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ ഫിഗേഴ്സ് ആണ് വരുന്നത്, ഓൾ ഓവർ ദ വേൾഡിൽ നിന്നുള്ള ഫിഗേഴ്സ്. അപ്പൊ നമുക്ക് അവരുടെ ഓരോ രാജ്യങ്ങളിലും എങ്ങനെയാണ് ഹോമിയോപ്പതി അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനോടനുബന്ധിച്ചൊരു പാനൽ ഡിസ്കഷനിൽ അവരെല്ലാ കാര്യങ്ങളും പറയും. ഈ പാനൽ ഡിസ്കഷനിൽ എല്ലാ പേർക്കും അവിടുത്തെ മിക്കവാറും ഉള്ള രാജ്യങ്ങൾ, ഇന്ത്യയിലാണ് ഇത്രയും നല്ല രീതിയിൽ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാൽ പല രാജ്യങ്ങളിലും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ഒരു ആയുഷ് കോൺക്ലേവിൽ നമ്മുടെ ലോട്ടസിന്റെ ഒരു കോൺക്ലേവ് ഉണ്ട്, ഓട്ടിസത്തിന്റെ. അതിനകത്ത് ഏതൊരു രാജ്യത്ത് നിന്ന് വന്നവർക്ക് ഓർഗനോണിന്റെ കാര്യങ്ങൾ പോലും അറിയില്ല. പക്ഷെ ദേ ആർ ഹോമിയോപ്പസ്. അത്രയും മോശപ്പെട്ട ആൾക്കാർ വരെ ഉണ്ട്. അപ്പൊ അതെല്ലാം അലോപ്പതിക് വേ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഹോമിയോപ്പതിയിൽ പോകുന്നത്. അതാണ് നമ്മുടെ പേരിന് ദോഷം വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടെ തന്നെ കുറെ വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ നമ്മുടെ അജിത് കുൽക്കർണിയുടെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ പലരുടെയും വർക്ക്ഷോപ്സും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാമിന് ഉണ്ടാകാറുണ്ട്. അത് നമുക്കൊരു ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനം എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. എവിഡൻസ് ബേസ്ഡ് നമ്മൾ ഈ ടെസ്റ്റിമോണിയൽസ് അല്ല, നേരത്തെ പറഞ്ഞതുപോലെ എവിഡൻസ് ആയിട്ട് നമ്മുടെ വാട്ട് എവർ ചേഞ്ചസ് യു ആർ ഫീലിംഗ് ഇൻ ദ ടിഷ്യൂ ഓർ ബ്ലഡ് എക്സാമിനേഷൻസ്, അത് വെച്ചിട്ട് ആണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പോകുന്നത്. അതിൽ ഹോമിയോപ്പതിയുടെ മെഡിസിൻസ് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, ഹോമിയോപ്പതിയിൽ ഇനി എങ്ങനെയൊക്കെ ആക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും. പിന്നെ കാരണം CCRH ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കൊളാബറേറ്റർ ആണ് നമ്മുടെ ആയുഷുമായി ചേർന്ന്. അപ്പം ഇതെല്ലാം നമ്മൾ വളരെ നല്ല രീതിയിൽ അവിടെ സംഘടിപ്പിച്ച് പോയി. പിന്നെ അതിലേറ്റവും പ്രധാനം, ഞാനും അവിടെ ഈ എക്സിബിഷൻ ഹാളിൽ പോയപ്പോൾ നമ്മുടെ നാഡി വെച്ചിട്ട് ഒരു മനുഷ്യൻ നോക്കുന്നുണ്ട്. അദ്ദേഹം നാഡി പിടിച്ചിട്ട് ഒരു മെഷീനിൽ കണക്ട് ചെയ്ത് നിങ്ങളുടെ ഇതിനകത്ത് ശരീരത്തിൽ എന്തൊക്കെ അസുഖങ്ങളുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അത് ഒരു സിമ്പിൾ കാര്യമാണ്. അതുപോലെ പല പല ഡിജിറ്റൽ രീതിയിലുള്ള ടെക്നോളജീസ് ഇന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിനൊരു പേറ്റൻസി കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ PhD കഴിഞ്ഞതാണ്. പക്ഷേ എനിക്കത് അത്രത്തോളം ഇഷ്ടം തോന്നിയില്ല. അദ്ദേഹം വന്നിട്ട് കുരുമുളക്, പലർക്കും പലതാണ്, കുരുമുളകിന്റെ ഒരു മണി ഇവിടെ കെട്ടി വെച്ചിട്ട് ഇത്ര മിനിറ്റ് കെട്ടി വെക്കുക, സോ ദാറ്റ് ആ എനർജി കയറി പോകുന്നു, യു വിൽ ഗെറ്റ് ബെനിഫിറ്റ്. ഇതെല്ലാം വൈറ്റൽ എനർജി തന്നെയാണ്. നമ്മൾ പറയും പോലെ വൈറ്റൽ എനർജി തന്നെയാണ്. ആ എനർജി ലെവലിൽ നമ്മുടെ ബോഡിയെ നോർമലൈസ് ചെയ്യുന്നു. പക്ഷെ അത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു
കട്ടിങ് എറ്റ് നോളജ് ഫ്രോം ദ ഗ്ലോബൽ എക്സ്പേർട്സ് ആണ്. എക്സ്പേർട്സിൽ നിന്ന് നമുക്ക് നല്ലൊരു നോളജ് കിട്ടി. വന്നവർക്കെല്ലാം അത് മനസ്സിലാക്കും. ഇരുന്നവർക്ക്, വന്നവർക്കല്ല, ആരൊക്കെ ഈ 3 ദിവസവും എല്ലാ ക്ലാസ്സിനും അല്ലെങ്കിൽ എല്ലാ സെഷനും ഇരുന്നു അവർക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്റഗ്രേറ്റ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. നമുക്ക് നമ്മുടെ ഇതിനകത്ത് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് നമ്മുടെ വർക്കിലേക്ക് ആക്കാം. കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ പേഷ്യൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ ആരും ഇത് എവിഡൻസ് ആക്കി മാറ്റുന്നില്ല. ആ ഇന്ന മരുന്ന് കൊടുത്തപ്പോൾ ഇന്ന അസുഖം മാറണം, അതിലേക്ക് മാറാൻ നമ്മൾ നോക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഓഫ് പ്രൊഫഷണൽസുമായിട്ട് നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റി, കുറേ ആൾക്കാരുമായിട്ട്. പിന്നെ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഇൻ നാച്ചുറൽ മെഡിസിൻ ആൻഡ് ടെക്നോളജി, അതിനെപ്പറ്റി നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ വെൽനസ് ടൂറിസം പല ആളുകളും പറഞ്ഞു. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ മനോജ് ഉൾപ്പെടെ പലരും പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളെ ടൂറിസം, മെഡിക്കൽ ടൂറിസത്തിനെ പറ്റി, അതിനെപ്പറ്റി ഒരു ചർച്ചയുണ്ടായിരുന്നു. അത് വളരെ നല്ല രീതിയിൽ പോകുന്നു. പക്ഷെ അതിൽ കൂടുതലും ആയുർവേദക്കാരാണ് അതിൽ ഇമ്പോർട്ടൻസ് കാണിക്കുന്നത്. അവരിവിടുന്ന് ആൾക്കാർ, കാരണം അവിടെ ആയുർവേദം ചെയ്യുമ്പോൾ അവരുടെ കംപ്ലീറ്റ് ഇൻഷുറൻസും പോകും. ഇപ്പൊ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് താല്പര്യം നാട്ടിലേക്ക് വിടുന്നതാണ്, കാരണം അതിന്റെ കാശ് കുറവായിരിക്കും. പിന്നെ കണ്ടിന്യൂസ് എഡ്യൂക്കേഷണൽ ക്രെഡിറ്റ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻ. നിങ്ങൾക്കറിയാമോ, നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് എവറി 2 years ആകുമ്പോൾ എനിക്ക് 20 to 30 hours ഓഫ് CME വേണം എന്നുള്ള നിർബന്ധമാണ്. ഇപ്പൊ ഈ ആയുഷിന്റെ 3 days CM ഇത് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 21.5 hours CME കിട്ടി. മനസ്സിലായോ? അപ്പം അത് സർട്ടിഫിക്കേഷൻ ക്രെഡിറ്റ് ഇതും നമുക്ക് നമ്മുടെ ഈ ഒരു ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ബി ഇൻസ്പയർഡ് ആൻഡ് റീ എനർജൈസ്ഡ് ഇൻ യുവർ പ്രൊഫഷണൽ ജേണി. കാരണം ചില ക്ലാസ്സുകൾ, ഇപ്പം ഡോക്ടർ ബിന്ദുവിന് ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഞാൻ എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ ആ ന്യൂറോ മസ്കുലാർ ഡെവലപ്മെന്റിൽ ഒരു ഡോസ് മരുന്ന് കൊടുത്ത് ഇങ്ങനൊരു മാറ്റം വരുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു അതിശയം തോന്നുന്നുണ്ട്. ശരിയല്ലേ? അതുപോലെ പല പല കേസസാണ് നമ്മൾ കാണുന്നത്. ഇതാണ് സമ്മറി ഓഫ് ബെനിഫിറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ഇൻ കൺക്ലൂഷൻ, നമ്മുടെ ഫ്യൂച്ചർ ഇൻ ആയുഷ് സ്റ്റാർട്ട്സ് ദെയർ. ഇഫ് യു ആർ കമ്മിങ്, ഇങ്ങനെ ഒരു ആയുഷ് കോൺക്ലേവിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് അത് നമ്മുടെ പ്രാക്ടീസിനെ ട്രാൻസ്ഫോം ചെയ്യും ആൻഡ് ഇൻക്രീസ് ദ നോളജ് ഓഫ് അവേഴ്സ് ആൻഡ് ഇവൻ അതിൻ്റെ മറ്റേ പുതിയ പുതിയ ഇന്നോവേഷൻസും പുതിയ പുതിയ റിസർച്ച് മെത്തേഡ്സും നമുക്ക് പഠിക്കാൻ പറ്റും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കുക. അതെപ്പോഴും എനിക്ക് പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാം. എന്തായാലും ഡോക്ടർ സന്തോഷ് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ അതിനകത്ത് ഈ അവസാനം പറഞ്ഞൊരു കാര്യമാണ് യുവർ ഫ്യൂച്ചർ ഇൻ ആയുഷ് സ്റ്റാർട്ട് ഹിയർ. അതായത് ഈ പരിസര ശക്തി ഗുണത്താൽ മർത്യൻ പരിശുദ്ധരാകും പാപിഷ്ഠർ പോലും എന്നാണ്. എപ്പോഴും നമ്മുടെ ഈ ഒരു ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സാഹചര്യം ആണ് ഒരാളെ മോൾഡ് ചെയ്യുന്നത്. ഹോമിയോപ്പതിക്ക് വന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ്. സന്തോഷ് ഡോക്ടർ നേരത്തെ പറയുകയുണ്ടായി ആയുർവേദം എന്തുകൊണ്ടാണ് അവർക്ക് ആ അറ്റ്മോസ്ഫിയർ ക്രിയേഷൻ വളരെ വലുതായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരു ആയുർവേദ ഡോക്ടർമാർ അവർക്ക് എന്താ പറയുക, അതിനൊരു പ്രത്യേക പാഷനുണ്ട്. ഒരുപാട് പേർക്കുണ്ട്, പാഷനുണ്ട്. ഇപ്പുറത്ത് നമ്മൾ പാലയിൽ പോയി ക്യൂ നിൽക്കും, പറ്റുമെങ്കിൽ MBBS വിടാൻ, അല്ലേ? ഈ ഒരു സമീപനം മാറേണ്ടതുണ്ട്. മാത്രമല്ല ഇതുകൊണ്ട് കിട്ടുന്ന ഗുണത്തെക്കുറിച്ച് ചിന്തിക്കണം, എന്ത് ഗുണം ഉണ്ടാകും. അപ്പൊ നമ്മൾ മാറി ചിന്തിക്കുന്ന ട്രാക്ക് നേരത്തെ പറഞ്ഞ എന്റർപ്രൈനർഷിപ്പ് IFPH വളരെ കാലമായിട്ട് പറയുന്നത്. നമ്മൾ 2 സെഷൻ വെച്ചിരുന്നതാണ് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. സന്തോഷം ഓർമ്മ ഉണ്ടാവും. അതുപോലെയാണ് ഈ മെഡിക്കൽ ടൂറിസം. യഥാർത്ഥത്തിൽ മെഡിക്കൽ ടൂറിസം നേരെ ചെയ്യാൻ പറ്റുന്നത് ഹോമിയോപ്പതിക്കാണ്. കാരണം ഓരോ വ്യക്തികളും നേരിടുന്ന പ്രശ്നങ്ങള് എണ്ണ തേച്ച് കുളിക്കുന്നതല്ല പ്രശ്നം. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള സ്ട്രെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ചെയ്യണം. പക്ഷെ നമുക്ക് അതിനെ പൊതിഞ്ഞു കൊടുക്കാൻ അറിഞ്ഞൂടെ. ചവറായാലും കവറിൽ പൊതിഞ്ഞു കൊടുക്കണം എന്ന് പറയും. നമുക്ക് പാക്കേജിങ് ശരിയാവുന്നില്ല. പാക്കേജ് എല്ലാവർക്കും വേണം. അതിന് ഈ പറഞ്ഞ പോലെ കുറെ മെത്തഡോളജി ആൾക്കാരെ പിടിച്ച് അത് ഇത് കുറെ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് സാറ്റിസ്ഫൈഡ്. അത് പ്രധാനമാണ്. പിന്നെ സന്തോഷ് ഡോക്ടറിന് വേറെ പ്രധാനപ്പെട്ട കാര്യം തോന്നുന്നത് ഈ നമ്പർ ഓഫ് പേപ്പർ പ്രസന്റേഷൻ. നമുക്കറിയാം ഇപ്പൊ ഈ രാജ്യസഭയില് ലോക്സഭയിൽ ചർച്ച നടക്കും, അവിശ്വാസപരമായ ചർച്ച നടക്കുമ്പം ഓരോ പാർട്ടിക്കും അംഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമയം കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ അംഗങ്ങൾക്ക് ഇത്ര സമയം എന്ന് പറഞ്ഞാൽ ഇവിടെയും ഏറ്റവും കൂടുതൽ പേപ്പർ പ്രസന്റേഷനുള്ള ആനുപാതിക സമയം കൂടുതൽ കിട്ടും. അപ്പൊ നമ്മളവിടെ കഥ അറിയാൻ ആട്ടം കണ്ട് കാര്യമില്ല. പിന്നെ വേറെ കാര്യം പറയുകയുണ്ടായി, 120 സ്റ്റാളില് നമ്മൾ 117. അപ്പൊ എന്താ കാര്യം, യഥാർത്ഥത്തില് ആയുർവേദത്തില് ഈ ഡ്രഗ് ഇൻഡസ്ട്രി തുടങ്ങിയേക്കാൾ മുമ്പേ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നത് ഹോമിയോപ്പതിയിലാണ്. 1825 ഫാർമകോപ്പി ഉണ്ടാക്കിയാണ് നമ്മള്.
ഇന്റർനാഷണൽ കമ്പനികളുണ്ട്. പക്ഷേ അതിനെ വളർത്താൻ നമ്മളും തയ്യാറായില്ല, അവരും തയ്യാറായില്ല. അവിടെയാണ് വീഴ്ച വന്നത്. അവിടെയാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ പ്രിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ അവിടെ കുറെ കമ്പനിക്കാർക്ക് നമ്മൾ കുറെ സഹായം ചെയ്യുന്നു. ചെയ്യണം. അപ്പൊ അതെ. ഞാൻ അവരെ വിളിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞത്, ഡോക്ടറെ, ഇപ്പൊ ആയുഷ് എന്ന് പറയുന്ന ഒരു സെക്ടറിലേക്ക് ഞാൻ ഇപ്പൊ വന്നാൽ ഞങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടും? യു എന്ന് കിട്ടാണോ ഞങ്ങൾക്ക് മാക്സിമം കിട്ടുന്നുണ്ട്. അതെ. അവര് വന്നതുമില്ല, അവര് സ്റ്റോൾ എടുത്തതുമില്ല. അപ്പൊ ഇത് ഉദ്ദേശിച്ചാണ് നമ്മൾ IFPH രണ്ട് സെഷൻ വെച്ചിരുന്നു. നമ്മുടെ കമ്പനിക്കാർ പലതും മറ്റ് പ്രോഡക്ട്സ് ഇറക്കുന്നുണ്ട്, വൈറ്റമിനും അങ്ങനെ പറയുന്നുണ്ട്. അതെ. ഇപ്പൊ ദോഷമില്ലാത്ത എന്നാൽ ഹോമിയോപ്പതിക്കും പൊതുജനത്തിന് ഗുണമുള്ളതുമായി ഒരുപാട് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതിനും സെൻസിറ്റൈസ് നമ്മൾ അത് ചെയ്തു. നമ്മൾ വളരെ മുമ്പേ പോവുകയാണ് കാലത്തിന്. പക്ഷെ പ്രശ്നം എന്താണ്? നമ്മുടെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ഇതൊന്നും ആലോചിക്കുന്നില്ല. അവർ ബെൽഡോണയും ബ്രയോണിയും കൊടുത്ത് ഇങ്ങനെ സ്വയം തൃപ്തി അടഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ കാലിലെ മണ്ണ് ഒലിച്ചു പോകുന്നു. തനേഷ് ഡോക്ടറെ എന്താ പറയാനുള്ളത്? അത് തീർച്ചയായും വളരെ മനോഹരമായ ഒരു അവതരണമായിരുന്നു. കാരണം ഈ ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായത്തെ എങ്ങനെ വളർത്താം, അതിനുവേണ്ടി പല കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമാണല്ലോ ആയുഷ് ചികിത്സാ സമ്പ്രദായം തന്നെ സെറ്റപ്പ് ചെയ്തത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഒരു സഹായം കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നു. പക്ഷെ ദുബായിൽ വെച്ച് നടത്തപ്പോഴേ ഇത്രയും ആൾക്കാർ പങ്കെടുത്തു. സാറേ, ടോട്ടൽ നമ്പർ എത്ര പേരാണ്? 1100 എത്രയോ പേര് രജിസ്ട്രേഷൻ ഉണ്ട്. അതെ, അതെ. അപ്പം നമ്മുടെ ഇവിടെ കഴിഞ്ഞ ദിവസം കൽക്കട്ടയിൽ ഒരു ഹോമിയോപ്പതി കോൺഫറൻസിന് 4000-ലധികം പേരാണ് രജിസ്റ്റർ ചെയ്തത്. ആ, അപ്പം ഇങ്ങനെ ഡൽഹിയിൽ പണ്ട് 10,000 വരെ എത്തിയിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേട്ടിട്ടുള്ളത്. കറക്റ്റ്. അപ്പം അങ്ങനെയൊക്കെ നടക്കുന്ന നമ്മുടെ ഈ കാലത്ത് വിദേശത്ത് ഇങ്ങനെ ഉണ്ടെന്ന് അറിയിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അവിടെ എത്തിച്ചേരാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും 4-5 ദിവസം ക്ലിനിക്ക് അടച്ചിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ആൾക്കാർ. പക്ഷേ ഈ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ, സെമിനാറിന് വന്നിട്ട് സെമിനാറിന് ആളില്ലെങ്കിൽ, നമ്മള് ഈ കാണികളില്ലെങ്കിൽ ആ അത് ഓർഗനൈസ് ചെയ്ത ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ദൈനംദിനമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഓരോ ദിവസവും ഞങ്ങൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ വളരെ പ്രശസ്തരായ ആൾക്കാരെയൊക്കെ വേദിയിൽ കൊണ്ടുവരികയും അവര് വന്ന് വളരെ ഗംഭീരമായ പ്രസന്റേഷൻ നടത്തിയിട്ട് പോകുമ്പോഴത്തേക്ക് 20 പേര് 25 പേര് എന്നുള്ള ലെവലിലോട്ട് വന്ന് അതിന്റെ ഒരു കാരണം പ്രധാനമായിട്ടും ഇപ്പൊ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് ഒത്തിരി പേര് കാണുന്നുള്ളത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞില്ലേ, കാരണം നമ്മുടെ അവിടെ ഉള്ള കുറെ പേര്, നിങ്ങളുടെ ഈ ടൈം എന്ന് പറയുന്നത് ഞങ്ങളുടെ പീക്ക് ടൈമാണ് അവിടുത്തെ. അപ്പൊ അതൊരു അപ്പൊ വലിയ എല്ലാ പേരും പ്രശ്നമാണ്. ഇപ്പം വീഡിയോയിലേക്ക് പോവാണ്. പക്ഷെ അത് അതൊരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് വളരെ ഗുണകരമാണ് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. അല്ല, നമ്മളത് പക്ഷെ ആദ്യം ഒരു അഭിപ്രായം ഉണ്ടായി. ഈ അഭിപ്രായം തന്നെ പലരും പറഞ്ഞു, വീഡിയോ അപ്ലോഡ് ചെയ്താൽ ആള് കുറയും. പക്ഷെ നമ്മൾ പറഞ്ഞ് നമ്മൾ ഇത് ചെയ്യുന്നത് ഫോർ നമ്മുടെ പേര് തന്നെ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോഷൻ. പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്നാണ്. അപ്പൊ പ്രൊമോട്ട് ചെയ്യാന്ന് പറയുന്നതിന് നമ്മൾ നമ്പർ നോക്കിയിട്ടല്ല, എല്ലാ വീട്ടിലും ഈ ഹോമിയോപ്പതി എത്തുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഇന്റർനാഷണൽ ഫോറം എന്ന് പറയുന്ന പേരിട്ടാലേ പല സംഘടനകൾക്കും നിലനിൽപ്പുള്ളൂ എന്നൊരു തോന്നൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനകൾ പോലും ആ പേരുകൾ മാറ്റാൻ തുടങ്ങി. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ കയ്യിൽ നല്ല ഒരു സാധനം വിൽക്കാനുണ്ടെങ്കിൽ അത് മേടിക്കാൻ ആളുണ്ടാവും. അപ്പം നമ്മളിപ്പം ദുബായിൽ വെച്ച് ഇത്രയും പേര് പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ എത്ര ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്? 2000 സംതിങ് സാറ് പറഞ്ഞെടുത്ത്. ഇല്ല, ഇതില് ഒരു 10,000 പേരാണ് നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാല് കാശ് കൊടുത്ത് ഇന്റേണലി രജിസ്റ്റർ ചെയ്തത് 1100 എത്രയോ പേരാണ്. പിന്നെ ഫ്രീ ആയിട്ട് നമ്മുടെ എക്സിബിഷൻ കാണാൻ അത് ഓൾമോസ്റ്റ് 10,000 മുകളിൽ ആൾക്കാർ ഇവിടെ വന്നിരുന്നു. അതാണ് ഫസ്റ്റ് ഡേ ഇനാഗുറേഷൻ സമയത്ത് മോർ ദാൻ 3,500 പീപ്പിൾ ഉണ്ടായിരുന്നു ഹാളിനകത്ത്. നമ്മുടെ ഈ നമ്മുടെ ഹോമിയോപ്പതി ഹോമിയോപ്പതിയിലെ ഒരു 200 എത്രയോ 200-ഓ 300 എത്രയോ പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മറ്റേതാണ്. അതെ, അതാണ് അതിലെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ദേശീയ തലത്തിൽ നമ്മൾ ഇതുപോലെ നമ്മളിപ്പം IFBS തന്നെ പ്രോഗ്രാം ഇതുപോലെ സംഘടിപ്പിച്ചപ്പോൾ പെട്ടെന്നൊക്കെ വരുമ്പോൾ ഒരു 3,000 രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പല ആൾക്കാരും ഞെട്ടുക ചെയ്യും. ഇത്രയും രൂപയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതി വളരണമെങ്കിൽ നമ്മൾക്കും ഇങ്ങനെയുള്ള
അവസരങ്ങളുണ്ടെന്നും സാധാരണ കാരെ പോലെ തന്നെ അല്ല നമ്മളും ഉയർന്നു എന്നുള്ളത് പൊതുജനത്തെയും അതുപോലെ തന്നെ സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ നമുക്കൊരു ഉത്തരവാദിത്വവും കറക്റ്റ്. ബാധ്യതയുണ്ട്. അത് അത് നമ്മൾ അങ്ങനെ മാറിയെങ്കിൽ മാത്രമേ നമ്മൾ മാറുള്ളൂ. അതെ അതെ നമ്മളെ നമ്മൾ തന്നെ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത സാധനമാണ് എന്റെ തലയിൽ ഇരിക്കുന്നത് വിചാരിച്ചാൽ നമ്മൾക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ഇത് എന്നെ കൊണ്ട് പറ്റും എന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നു, അന്നാണ് നമ്മൾ വീണ്ടും വീണ്ടും ഭാരം കൂടുതൽ എടുക്കാൻ തയ്യാറാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാറ് ഈ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം വളരെ അഭിനന്ദനീയമാണ്. ഇനിയുള്ള സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പരമാവധി ആൾക്കാരിൽ ഇത് എത്തിക്കാം. പക്ഷെ ഈ നോർത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ IMPHൽ വന്ന ഒത്തിരി ഡോക്ടർമാര് ഈ പ്രശ്നം എല്ലാവരും ചോദിക്കുന്നത് നമുക്ക് പോകാനുള്ള ട്രാവൽ എക്സ്പെൻസ് കിട്ടുമോ എന്നുള്ളതാണ്. പക്ഷെ അത് വേറെ രക്ഷയില്ല. കാരണം ഞാൻ അതെ അതെ പറഞ്ഞില്ലേ, അതെ ആയുഷ് അതായത് കൊടുക്കുന്നത് വളരെ തുച്ഛമായ എമൗണ്ടാ. അതെ അതെ IMAയുടെ പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ഫണ്ടിങ്ങും ഉണ്ട്. അത് നമുക്കതില്ല. കമ്പനിക്കാരാ കൊടുക്കുന്നത്, അതെ കമ്പനിക്കാർ അവർക്ക് കൊടുക്കുക. അതെ അവർ നമുക്കങ്ങനെ കമ്പനിക്കാർ കമ്പനിക്കാരില്ല. അതെ നമ്മുടെ കമ്പനികളുടെ ബിസിനസ് ലാഭം എത്ര വരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് അതിന് കുറ്റപ്പെടുത്താനും പറ്റില്ല. പറ്റില്ല. അതുകൊണ്ട് ഒരു ഇതൊക്കെയാണ്. ബിനോയ് ഡോക്ടർ എന്തോ കുറച്ച് ഓക്കെ, എഴുതിയിട്ടുണ്ട് സലീം കുമാർ ഡോക്ടർ. ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ശരി സാർ. ഓക്കെ, സനേഷ് ഡോക്ടർ. ഓക്കെ, സലീം കുമാർ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? ആ, സന്തോഷ് സാറേ, നമ്മളിപ്പോൾ ഈ ഡെന്റൽ ടൂറിസം എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ കേരളത്തിൽ, ഇപ്പോൾ എറണാകുളത്ത് ഒരു ഡോക്ടർ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഡെന്റൽ ടൂറിസം ഒന്നും പറഞ്ഞ് ചെയ്യണ പോലെ ഹോമിയോപ്പതിയിൽ അതൊരു സ്കോപ്പ് ഉള്ളതല്ലേ? ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റിലും ENT ടൂറിസം ഒന്നും ഡെന്റൽ ടൂറിസം ഒന്നും ഈ നാളെ പൾമണോളജി ടൂറിസം എന്നൊക്കെ പറയും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ഒരു മനസ്സിലുള്ളതെന്ന് വെച്ചാൽ യൂറോപ്യൻസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മോഡേൺ മെഡിസിൻ അവിടെ പലപ്പോഴും ഫെയിലിയർ ആവുക. അപ്പോൾ ഇവിടെ നമ്മളും മോഡേൺ മെഡിസിൻകാരും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ക്യൂർ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ക്ലിനിക്കുകൾ വരികയാണെങ്കിൽ ഡെന്റൽ ടൂറിസവും ഈ ഓരോ ENT ടൂറിസവും ഇതൊക്കെ നമുക്ക് നടപ്പാക്കാനുള്ള അവസരം തെളിയില്ലേ ഇന്ത്യ ആണെങ്കിൽ? ഇതില് ഡെന്റൽ ടൂറിസത്തിന്റെ കാര്യം, ഞാൻ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സെന്റർ എന്ന് പറയുന്നത് ഒരു ഡെന്റൽ ഡോക്ടറുടെ മെഡിക്കൽ സെന്ററാണ്. PMS കോളേജ് ഓഫ് ഡെന്റൽ സയൻസ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ട്രിവാൻഡ്രത്തുള്ള. അവര് ഡെന്റൽ ടൂറിസമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ്. കാരണം ഡെന്റൽ ട്രീറ്റ്മെന്റിന് അവിടെ കാശ് കൂടുതലാണ്, അറിയാലോ. പക്ഷെ അതുപോലെ അവിടുത്തെ ആളുകൾക്ക് ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് അത്രത്തോളം ബെനിഫിറ്റ് ആണെന്നുള്ളത് അവർ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. വിൽ ടേക്ക് ടൈം. മനസ്സിലായല്ലോ? ഞാനിപ്പോ പറഞ്ഞല്ലോ, 2022 ഹോമിയോപ്പതി അല്ല ആയുഷ് സിസ്റ്റം അവിടെ അക്സെപ്റ്റ് ചെയ്തത്. അന്ന് പോയ ആളാണ് ഞാൻ. അന്നൊക്കെ നമുക്കൊരു ഒരു അറബി പേഷ്യന്റിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന പാട് നിങ്ങളാരും വിചാരിക്കുന്ന പോലെയല്ല. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? എനിക്ക് ഇന്ന അസുഖമല്ലേ, ഗിവ് മി മെഡിസിൻ, ദാറ്റ്സ് ഓൾ. നമ്മുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ല, നമുക്ക് ഓരോ കാര്യങ്ങളും ചോദിക്കണം. പക്ഷെ അത് എസ്പെഷ്യലി പെണ്ണുങ്ങളാണെങ്കിൽ അവർ സംസാരിക്കാൻ സമ്മതിക്കില്ല ഞങ്ങളടുത്ത്. ഇന്ന് അവരൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിലേക്ക് ഒരു ബെനിഫിറ്റ് വരും. പക്ഷെ ഇപ്പോഴേ ആ ടൂറിസം തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഡോക്ടർ ബിനോയ് പറഞ്ഞതുപോലെ അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിനുമായി അമാൽഗമേറ്റ് ചെയ്തത് കൊണ്ടാണ് ഹോമിയോപ്പതിക്ക് ലോകം മുഴുവൻ ഒരു ദോഷം വന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഒരിക്കലും അതിനെ ഹോമിയോപ്പതിയും അലോപ്പതിയും കൂടെ ചേർക്കാനല്ല, ഇന്റഗ്രേഷൻ നമ്മൾ പറയുന്നത്. ഏറ്റവും പ്രധാനം എന്താണ്? അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ശരിയല്ലേ? അതാ പറഞ്ഞ അതാണ് ഏറ്റവും പ്രധാനം. നമ്മളെ ചേർത്താൽ അവർക്ക് ലാഭം ഉണ്ടാകും എന്നുള്ള അവസ്ഥ വന്നാൽ അവർ നമ്മളെ കൂടെ നിൽക്കും. അതിന് അവരെ കുറെ പഠിപ്പിച്ചാലല്ലേ പറ്റുള്ളൂ. അത് Yes. ഇവിടെ ഉള്ള ആൾക്കാരുടെ തല വരുന്നില്ല. ഇപ്പൊ ഞാൻ എൻ്റെ മെഡിക്കൽ സെന്ററിൽ ഹോമിയോപ്പതിക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്നത് ഒരു പീഡിയാട്രിഷ്യൻ പറഞ്ഞതാണ്. പുള്ളിക്കാരൻ ഒരു കുട്ടിയെ കഫം എടുക്കാൻ വേണ്ടി, ആസ്പിറേറ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വിടുക. എൻ്റെ ക്ലിനിക്കിലെ ഡോക്ടറാണ്. അപ്പോഴാണ് ഞാൻ ചായ കുടിക്കാൻ വരുന്നത്. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ കേസിലും ട്രീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഇസ് ഇറ്റ് പോസിബിൾ ഫോർ യു ടു ക്യൂർ ദിസ് ചൈൽഡ്? ആ ചൈൽഡ് വളരെ രീതിയിൽ ബുദ്ധിമുട്ടാണ്, ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക. കാരണം ഭയങ്കര അവർക്ക് മെഡിസിൻ കൊടുത്തിട്ട് റിലീഫ് കിട്ടുന്നില്ല. ആ ഒരു രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അന്നാണ് ഡേവിഡ്സൺ നല്ലതുപോലെ പഠിക്കുന്നത്. ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. ആന്റിം ടാർട്ടാണ് കൊടുത്തത് അന്ന്. കാരണം കൊച്ചു ഉറങ്ങി കിടക്കുക, അവരെ വിടുക. പക്ഷെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ കൊച്ചിന് റിലീഫ് തുടങ്ങി. 3 days ആഫ്റ്റർ ആ കൊച്ചു നടന്നു വന്നു. അത്രമാത്രം ബെനിഫിറ്റ് കിട്ടി. അതാണ് അവർക്ക് നമ്മൾക്കൊരു അക്സെപ്റ്റൻസ് അലോപ്പതിയിൽ നിന്ന് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതുപോലെ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. സാർ, ഞാനൊരു പോളി ക്ലിനിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ അതിന്റെ ഗുണം അറിയായിരിക്കും. അവിടുത്തെ ഡോക്ടർമാര് എല്ലാവരും തന്നെ ഹോമിയോപ്പതിയിലെ, ഞാനൊരു 2.5 വർഷം ഉണ്ടായി, അവിടുത്തെ ഡോക്ടർമാരൊക്കെ ഹോമിയോപ്പതിയിലെ ആരാധകന്മാരായിട്ട് മാറുകയും യെസ്, അവരിൽ ചിലരെങ്കിലും രഹസ്യമായിട്ട് നമ്മളെ മരുന്ന് കൊടുത്ത് രക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ് ഇപ്പൊ നമ്മുടെ വിജയം. അങ്ങനെ നമ്മൾ എല്ലാ പേരും നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത്. ഇതാണ് ഞാൻ എല്ലാ പേരോടും പറയുന്നത്. അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിന് ഒരു കാരണവശാൽ കുറ്റം പറയരുത്. കാരണം നമുക്കൊരു എമർജൻസി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? യെസ്. നമ്മൾ പോയേ പറ്റൂ. അപ്പൊ അവരെ നമ്മളോട് ചേർത്ത് നിർത്തുക, അതാണ് നമ്മൾ ചെയ്യാറ്. നമ്മൾ ഈ കിടന്ന് കുറ്റം പറയുന്നതുകൊണ്ടാണ് അവർ നമ്മളെ തീരെ മോശക്കാരായിട്ട് കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പോകുമ്പോൾ ഇപ്പൊ എല്ലാത്തിനും ഞാൻ ബെറ്റർ ഒപ്പീനിയൻ വിടും. എന്നിട്ട് നമ്മൾ മരുന്ന് കൊടുക്കും അവരെ കണ്ടിട്ട്. അവസാനം 3 to 6 months ആയിട്ട് അവരെ തന്നെ കാണിക്കും ഞങ്ങൾ. സോ ദാറ്റ് ഇതിൽ എന്ത് വ്യത്യാസം ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയാണ് അവർ ഹോമിയോപ്പതിയിൽ വിശ്വസിച്ച് തുടങ്ങിയത്. മനസ്സിലായോ? അപ്പൊ അതുപോലെ നമ്മൾ കുറെ മാറിയാലേ പറ്റൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പലരും പറഞ്ഞാലോ അലോപ്പതി വേണ്ട, അലോപ്പതിക്കാര ചീത്ത പറയുക, അതൊന്നും ശരിയല്ല. ഓക്കെ, നമുക്ക് നിർത്താൻ സമയമായി. സമയമായി. സന്തോഷ് ഡോക്ടറെ നമസ്കാരം. ഡോക്ടർ അനിൽകുമാർ. ഓ നമസ്കാരം. നമസ്കാരം. പിന്നെ കൊള്ളാം, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ അതിന് എനിക്കൊരു സജഷൻ കൂടെ ഉണ്ട്. പറയൂ. ഇപ്പൊ നമ്മൾ IFPS പറ്റി ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ആ. അപ്പൊ ഈ കാണുന്ന ആൾക്കാരെ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തെങ്കിലും പറ്റുമെങ്കിൽ അവിടെ കൂടെ ചെയ്യിപ്പിക്കണം. പറയാം. കാരണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വ്യൂവേഴ്സ് കൂടും. കാരണം നമ്മളെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇന്റർനാഷണൽ സബ്സ്ക്രൈബ് ലെവലിൽ. ചെയ്യാൻ പറയണം അല്ലേ? അതെ അതെ, യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഓക്കെ ഓക്കെ അത് കണ്ടോട്ടെ. അതിന്റെ കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂവേഴ്സ് കൂടും. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതിന്റെ ഒരു ബെനിഫിറ്റ് സംഘടനയ്ക്ക് കിട്ടും. കിട്ടിയാൽ നമ്മള് പലരെയും കോൺട്രിബ്യൂഷൻ എടുത്തിട്ടാണ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി ശരി. അതില് എല്ലാ ഹോമിയോപ്പതിക്കാരും കൂടെ ഒറ്റക്കെട്ടായിരുന്നെങ്കിൽ ഇത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ഗ്രൂപ്പിസം, സംഘടന, പല പ്രശ്നങ്ങളുണ്ട്. ഓക്കെ ഡോക്ടറെ, നമുക്ക് നിർത്താൻ സമയമായി. ഡോക്ടർ പറഞ്ഞ പോലെ പ്രഷർക്ക് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായാലും നമ്മുടെ ടോട്ടൽ വ്യൂവേഴ്സ് സബ്സ്ക്രിപ്ഷൻ 8400 ആയിട്ടുണ്ട്. എനിക്ക് ഇത്ര 400 പോരാ മനോജ് ഡോക്ടറെ. നമുക്കൊരു 10,000-10,000 മുകളിൽ 1 ലക്ഷമൊക്കെ എത്തണ്ടേ? വരും, ധൈര്യമായിട്ട്. നമ്മൾ ഇത്രയും വർക്ക് ചെയ്ത് ഇത്രയും കൊണ്ടല്ലേ ഇവിടെ എത്തിയത്. അപ്പൊ നമ്മൾ വരും. സന്തോഷ് ഡോക്ടർ പറഞ്ഞാൽ വരും. നമുക്ക് ഇത്രയും എത്തിക്കാൻ പറ്റിയില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഈ പറഞ്ഞ ഉപനിഷത്ത് മന്ത്രം ഒന്ന് വെച്ചുകൊണ്ട് നമുക്ക് നിർത്താം. എന്താണ്? ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്സിനാം അവതീതമസ്തു മാ വിദിഷാവഹൈ എന്ന് വെച്ചാല് നമ്മളെ ഈശ്വരൻ ഒന്നിപ്പിക്കട്ടെ, നമ്മൾ തമ്മിൽ ഭിന്നിക്കാതിരിക്കട്ടെ, മാ വിദിഷാവഹൈ. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടിയുടെ അവസാന സമയമായി. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശിവരാത്രി. നമസ്കാരം. താങ്ക് യു.